ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മോർണിംഗ് വൈബ്സ് ആരംഭിക്കുന്നു. ഇന്ന് മോർണിംഗ് വൈബ്സ് വളരെ ഭംഗിയാർന്ന ഒരു സ്ഥലത്തു നിന്നാണ്. അത് കൊല്ലം ജില്ലയിലെ പരവൂരിന് തൊട്ടടുത്ത് ഇടുങ്ങോലം എന്ന സ്ഥലമാണ്. ചിറക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഒരു പ്രദേശമാണ്. കണ്ണെത്താ ദൂരത്തോളമുള്ള കണ്ടൽക്കാടുകൾ. അത് സ്വാഭാവികമായി ഉണ്ടായ കണ്ടൽക്കാടുകളല്ല കേട്ടോ. അത് ഇങ്ങനെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഇങ്ങനെ നീണ്ട് നിവർന്ന് വിസ്തരിച്ചെടുക്കുന്ന ഒരു മോഹിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. അത്രമാത്രം ഭംഗിയുള്ള ഒരു സൺറൈസ്, രസകരമായിട്ടുള്ള ഒരിടം. എനിക്ക് തോന്നുന്നു ഇത് ഏവരെ വിസ്മയിപ്പിക്കും. കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ പ്രേക്ഷകരും ഇന്ന് കണ്ണിമ ചിമ്മാതെ കാത്തിരുന്നു ഈ കണ്ടലിലെ കാഴ്ചകൾ. ഒരുപാട് കാഴ്ചകൾ വരാൻ പോകുന്നുണ്ട്. ഒപ്പം നമ്മുടെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട്, നമ്മുടെ മെമ്പറുണ്ട്. എല്ലാവരും ചേർന്ന് ഇവിടുത്തെ കണ്ടൽക്കാടിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളൊപ്പം മോർണിംഗ് വൈബ്സിൽ ചേരും. എന്താണെങ്കിലും ഈ കൊല്ലം പരവൂരിലെ ഈ ചിറക്കര ഗ്രാമപഞ്ചായത്തിലെ നെടുങ്കോലത്താണ് മോർണിംഗ് വൈബ്സ് ഉള്ളത്. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ആദ്യം തന്നെ ഈ കണ്ടലിലെ കാഴ്ചകളിലേക്ക് പോകാം. ഇത് നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പരവൂർ കായലിന്റെ ഒരു സെന്ററാണ്. ഞാൻ ആദ്യം ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഇത് നമ്മുടെ ചിറക്കര ഗ്രാമപഞ്ചായത്തിലെ ഈ 16ാം വാർഡിലെ മെമ്പറാണ് രതീഷ് അല്ലേ? രതീഷ്. ഓക്കെ, രതീഷ് ഏട്ടാ, എങ്ങനെയുണ്ട് ഈ മനുഷ്യനിർമ്മിത കണ്ടൽക്കാടൊക്കെ എങ്ങനെ സംഭവിച്ചത്? എത്ര നാളത്തെ എഫേർട്ടാണ്? അപ്പൊ ആരാണ് ഇതിന് പിന്നിൽ? ഒരു 20 വർഷക്കാലമായി കാണും ഇതിലൂടെ നട്ടുപിടിപ്പിച്ച്. ഇത്രയും വിശാലമായി 20 വർഷമായി കാണും. ഇതിവിടെ വസ്തുക്കളുടെ സൈഡ് സംരക്ഷിക്കുന്നതിന് വേണ്ടി നട്ടുപിടിപ്പിച്ചതാണ്. അതിപ്പോ ഇങ്ങനെ വളർന്നു പന്തലിച്ച് ജനങ്ങൾക്ക് കാണാൻ തക്ക രീതിയിലുള്ള വലിയൊരു അത്ഭുതമായി മാറിയിരിക്കുന്നു. ശരിക്കും ഒരു അത്ഭുതമാണ്. നമ്മളെന്തായാലും ആ കണ്ടൽക്കാടിന്റെ കാഴ്ചയിലേക്ക് എത്താൻ പോകുന്നുള്ളൂ. നമ്മളിങ്ങനെ കായലിലൂടെ ഇങ്ങനെ നീങ്ങി വരുന്നുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു പക്ഷേ ഇപ്പോൾ മനസ്സിലാവില്ല അതിന്റെ ഒരു ഭംഗി എന്താണെന്ന്. നമുക്ക് അതിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അത് വ്യക്തമാകും. ഇത് അശ്വിനാണ്. അശ്വിൻ ഇവിടുത്തെ ഒരു സംരംഭകനാണ്, പിന്നെ ഒരു മജീഷ്യനൊക്കെയാണ്. അശ്വിന്റെ കുറെ നമ്പറൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നില്ല. ഇന്ന് ഞാനൊരു കൃഷിക്കാരനെ വരുന്നു അശ്വിൻ പറഞ്ഞു. അശ്വിൻ, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ ടൂറിസം ഒക്കെ എങ്ങനെയുണ്ട്? ഇവിടെ നല്ല രീതിയിലാണ് പോകുന്നത്. കാര്യം ഒരു 1.5-2 വർഷമായിട്ട് നല്ല രീതിയിൽ ഗസ്റ്റ് വരുന്നുണ്ട്. ഒരു 6 വർഷം മുമ്പാണ് ഇവിടെ ഈ ടൂറിസം സാധ്യതകളിലേക്ക് നമ്മൾ വന്നത്. യഥാർത്ഥ ചെമ്മീൻ കൃഷി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളത് വ്യാപിപ്പിച്ച് നമ്മൾ ഈ ബോട്ട്സ് വള്ളത്തിൽ ഗസ്റ്റുകളെ കൊണ്ടുവരുന്ന ഒരു ഇതിലേക്ക് വന്നായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ആ ഫോട്ടോസും പിന്നെ ചാനലുകളും ഒക്കെ വന്നതിന് ശേഷമാണ് അത് കണ്ടിട്ട് ഇവിടെ കയാക്കിംഗ് സെന്റേഴ്സ് പലരും തുടങ്ങിയത്. അപ്പൊ അതൊരു വിജയമായിരുന്നു. ഇപ്പൊ എല്ലാരും കയാക്കിംഗ് എടുത്തിട്ട് ഈ വരുന്ന ടൂറിസ്റ്റുകളെ സേഫ് ആയിട്ട് അങ്ങ് വിടാൻ പറ്റുമോ? അങ്ങനെ അല്ല, അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല. അവരെ കൂടെ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഗൈഡ് അവരെ കൂടെ ഉണ്ടാകും. ഓക്കെ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. അതെ, ഇത് അവിടെ അത് നമ്മുടെ നന്ദു ആണിത്. നന്ദുവിന്റെ അപ്പുറമുള്ള ആള് മനോജും ഇത് നമ്മുടെ ഈ അശ്വിന്റെ സംരംഭത്തിലെ ആളുകളാണ്. അവർ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള കയാക്കിംഗ് എക്സ്പേർട്സ് ആണ്. അപ്പൊ അവരൊക്കെ നേതൃത്വത്തിലാണ് ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഈ കാലിലൂടെ ഇങ്ങനെ കയാക്കിങ്ങില് ഇങ്ങനെ രസകരമായ കയാക്കൊക്കെ ഓടിച്ച് ഗംഭീരമായിട്ട് നടക്കാം. അപ്പൊ ഈ കണ്ടൽക്കാടിന്റെ കാഴ്ചയിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. നമ്മൾ കണ്ടൽക്കാടിന്റെ ആ മനോഹാരിതയിലേക്ക് എത്താൻ പോകുന്നു. അവിടെ നോക്കുക, ദൂരെ നല്ലൊരു സൺറൈസ് ഉണ്ട്. മനോഹരമായിട്ട് ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത് കാണാൻ കഴിയും. അപ്പം ഈ എപ്പോഴാണോ ഫ്രീ ആവുക നേരെ പോവുക. കൊല്ലത്ത് പരവൂര് ഈ നെടുങ്കോലം എന്ന് പറയുന്ന സ്ഥലമാണ്. ഉറപ്പായും വിസ്മയിക്കും. എല്ലാവരെയും ഒന്ന് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ്. ചുറ്റും ഈ ഒരു ഹരിതാപം, ഒപ്പം തന്നെ വെള്ളം, ഇങ്ങനെ എല്ലാം ഇഷ്ടപ്പെടുന്ന കാഴ്ചകൾ മാത്രമാണ് ചുറ്റും എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം. അപ്പോൾ നമ്മളെന്തായാലും ആ കാഴ്ചയിലേക്ക് വിശേഷങ്ങളിലേക്കൊക്കെ വരാം. നമ്മളൊപ്പം സൂർണൻ ചേട്ടൻ, വർണ്ണൻ ചേട്ടൻ ഒക്കെ ഉണ്ട്. എല്ലാവരിലേക്കും വരാം. ചേട്ടന്റെ പാട്ടൊക്കെ റെഡി ആയിട്ട് നിൽക്കട്ടെ സൂർണൻ ചേട്ടൻ. അപ്പം ഇതിലേക്കൊക്കെ നമുക്ക് വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകണമല്ലോ. മോർണിംഗ് വൈബ്സിൽ അതിവേഗം വാർത്തകൾ നമുക്ക് കാത്തിരിക്കുന്നുണ്ട്. ഫാസ്റ്റ് ന്യൂസിലേക്കാണ് നമ്മൾ പോകേണ്ടത്. സുവി വിശ്വാസം ചേരും. സുവി, ഗംഭീരമായിട്ടുള്ള സ്ഥലമാട്ടോ ഈ കൊല്ലം പരവൂരിലുള്ള ഈ നെടുങ്കോലം എന്ന് പറഞ്ഞ സ്ഥലം. ഉറപ്പായിട്ടും ഓഫ് കിട്ടുന്ന ദിവസം നേരെ പോരെ. അടിപൊളി സ്ഥലമാണ്. എന്നാലും നമുക്ക് ഫാസ്റ്റ് ന്യൂസിലേക്ക് പോവാം. സുവി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എൽദോ. മനോഹരമായ കാഴ്ചകളാണ്. രാവിലെ ഏറ്റവും മനം കുളിർക്കുന്ന കാഴ്ചകൾ തന്നെ പ്രേക്ഷകർക്ക് നൽകാൻ സാധിച്ചു എന്നതിൽ അഭിമാനിക്കാം. ഞങ്ങളിവിടെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും വാർത്തകൾ അതിവേഗത്തിൽ പോകേണ്ടതുണ്ട്. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ നടുവിലിൽ ഓടിക്കൊണ്ടിരുന്ന കുഴൽക്കിണർ ലോറി തീ പിടിച്ചു നശിച്ചു. ഇന്ന് പുലർച്ചെ 3 മണിയോടെ പള്ളിത്തട്ടിൽ വെച്ചാണ് തീപിടുത്തമുണ്ടായത്. ശ്രീകണ്ഠപുരത്തിനടുത്ത് നിണ്ടിയേങ്ങയിൽ നിന്നും കുഴൽക്കിണർ നിർമ്മാണത്തിന് ശേഷം തിരിച്ച് ആലക്കോട്ടേക്ക് പോവുകയായിരുന്ന ലോറിക്കാണ് തീ പിടിച്ചത്. ഡ്രൈവറും സഹായിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇരുവരും ഓടി രക്ഷപ്പെട്ടു.
വിളിച്ചോ? വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ആദ്യം പിടിയിലായ 6 പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ബാക്കിയുള്ള 12 പ്രതികളെ കൂടി വിശദമായി ചോദ്യം ചെയ്യലിനായി പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. പ്രതികളുടെ തെളിവെടുപ്പും ഇന്നുണ്ടായേക്കും. മുഖ്യപ്രതി സിൻജോ ജോൺസനെ ഹോസ്റ്റലിൽ എത്തിച്ച് തെളിവെടുത്തു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ യുവജന സംഘടനകൾ. കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് മാധ്യമ സമ്മേളനം. മഹിളാ കോൺഗ്രസും KSUവും യൂത്ത് കോൺഗ്രസും സംയുക്തമായാണ് സമ്മേളനത്തിന്റെ ഭാഗമാകുക. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ കള്ളപ്രചാരണം എന്നാരോപിച്ച് CPMന്റെ പ്രതിഷേധ കൂട്ടായ്മ ഇന്ന്. CPM കൽപ്പറ്റ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം. വൈകിട്ട് 4-ന് സർവകലാശാലയ്ക്ക് മുന്നിലാണ് പ്രതിഷേധം. ശമ്പളം വൈകുന്നതിനെതിരെ സർക്കാർ ജീവനക്കാർ ഇന്നു മുതൽ സമരത്തിൽ. സെക്രട്ടേറിയറ്റ് സബ് ട്രഷറി ഗേറ്റിന് മുന്നിൽ നിരാഹാരം നടത്തും. ഫെബ്രുവരിയിലെ ശമ്പളം അടിയന്തരമായി ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. SSLC പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കം. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് എന്നീ മേഖലകളിലായി 2971 പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഉള്ളത്. പരീക്ഷ എഴുതുന്നത് 4,27,105 വിദ്യാർത്ഥികൾ. ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ പമ്പയിലെത്തും. രാവിലെ 11 മണിക്കാണ് യോഗം. അടുത്ത മണ്ഡലകാലത്തിനുള്ള ഒരുക്കങ്ങൾക്കും യോഗത്തിൽ തുടക്കമാകും. പാർക്കിംഗ് ഗ്രൗണ്ടിലെ ഒരുക്കങ്ങളും ടോയ്ലറ്റ്, സ്നാനഘട്ടം എന്നിവിടങ്ങളിലെ സൗകര്യം വർദ്ധിപ്പിക്കലും ചർച്ചയാകും. നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ മുൻ സർക്കാർ അഭിഭാഷകൻ PG മനുവിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ചോറ്റാനിക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യാപേക്ഷ. പ്രമേഹ രോഗം വർദ്ധിച്ചതിനാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ശസ്ത്രക്രിയ കഴിഞ്ഞ് ഇടതുകാലിൽ സ്റ്റീൽ ഇട്ട സ്ഥലത്ത് പഴുപ്പുണ്ടെന്നും മനു. അട്ടപ്പാടിയിൽ വീണ്ടും നവജാത ശിശുമരണം. ഷോളയൂരിലെ ആകാശ് പൂർണിമ ദമ്പതികളുടെ ആൺകുഞ്ഞാണ് മരിച്ചത്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഞായറാഴ്ച രാവിലെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലായിരുന്നു പ്രസവം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കോൺഗ്രസിൽ അന്തിമ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ. KPCC അധ്യക്ഷൻ K സുധാകരൻ ഇന്ന് ഡൽഹിയിൽ. നാളെ കോൺഗ്രസ് അധ്യക്ഷനുമായി ചർച്ച. ബുധനാഴ്ചയോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്ന് സൂചന. സഭയിൽ പ്രസംഗിക്കാനോ വോട്ട് ചെയ്യാനോ കൈക്കൂലി വാങ്ങുന്ന കേസിൽ MP-മാരും MLA-മാരും വിചാരണ നേരിടേണ്ട എന്ന ഉത്തരവിനെതിരായ അപ്പീലിൽ സുപ്രീംകോടതി വിധി ഇന്ന്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അടങ്ങുന്ന 7-അംഗ ഭരണഘടനാ ബെഞ്ച് വിധി പറയും. ജനപ്രതിനിധികൾക്ക് നിയമപരിരക്ഷ നൽകേണ്ടതില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്രം. പ്രധാനമന്ത്രി ഇന്ന് തെലങ്കാനയിലെത്തും. ആദിലാബാദിൽ 56,000 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. തുടർന്ന് ചെന്നൈയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ആണവോർജ്ജ വിഭാഗത്തിന് കീഴിലുള്ള കൽപ്പാക്കത്തെ നഭികിയ വിദ്യുത് നിഗം ലിമിറ്റഡ് കമ്പനി സന്ദർശിക്കും. കർഷകർ സമരം കടുപ്പിക്കുന്നു. ബുധനാഴ്ച ഡൽഹിയിൽ ലക്ഷക്കണക്കിന് പേരെ പങ്കെടുപ്പിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സംയുക്ത കിസാൻ മോർച്ച. 10-ന് രാജ്യവ്യാപകമായി തീവണ്ടികൾ തടയുമെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും സമരം തുടരുമെന്നും നേതാക്കൾ അറിയിച്ചു. മധ്യപ്രദേശിലെ 29 മണ്ഡലങ്ങളിൽ 24-ഇടത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് BJP. മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കും സീറ്റുകൾ. പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ ഒഴിവാക്കി. ആഴ്ചകൾ നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് പരിഹാരം. പാകിസ്ഥാനിൽ ഷഹബാസ് ഷെരീഫ് വീണ്ടും പ്രധാനമന്ത്രി. തെരഞ്ഞെടുപ്പ് ദേശീയ അസംബ്ലി വോട്ടെടുപ്പിലൂടെ. പാകിസ്ഥാനിൽ കനത്ത മഴ തുടരുന്നു. 29 മരണം, 50 പേർക്ക് പരിക്കേറ്റു. നിരവധി വീടുകൾ തകർന്നതായി റിപ്പോർട്ടുകൾ. മണ്ണിടിഞ്ഞ് പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. 2 ദിവസമായി കനത്ത മഴ തുടരുകയാണ്. കൊല്ലം തേവലക്കര ഇണ്ടിളയപ്പൻ കിരാതമുക്തി ക്ഷേത്രത്തിലെ ഓപ്പൺ എയർ സ്റ്റേജ് സമർപ്പിച്ചു. NSS ട്രഷറർ അഡ്വക്കേറ്റ് NV അയ്യപ്പൻ പിള്ള സമർപ്പണം നിർവഹിച്ചു. ദേവസ്വം പ്രസിഡന്റ് NC രാജഗോപാൽ, സെക്രട്ടറി B സുരേഷ് കുമാർ, KS വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി.
സുരാജ് വെഞ്ഞാറമൂട് തമിഴിലേക്ക് വിക്രം നായകനാകുന്ന തമിഴ് ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമൂടും ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കും. എസ്.ജെ. സൂര്യയും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും കൊല്ലം പരവൂരിലെ കാഴ്ചകളിലേക്ക് കയറുകയാണ്. പരവൂരിലെ ഈ കണ്ടൽക്കാടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് കണ്ടൽക്കാടുകൾ. പക്ഷെ അതുപോലല്ല, ഇത് മനുഷ്യനിർമ്മിതമാണ് എന്നുള്ളതാണ് അതിന്റെ ഭംഗി. ഈ പ്രകൃതിയെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതി ചൂഷണം ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള മാതൃകയാണ് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരം. ഇനി ഇവിടെ ഒരു കയാക്കിംഗ് ആണ് ഒരു പ്രധാന ഇനം. നമുക്ക് അവിടെ അങ്ങ് ദൂരെ കാണാം, ടൂറിസ്റ്റുകളാണ് അവിടെ രാവിലെ കയാക്കുമായിട്ട് ഇറങ്ങിയതൊക്കെ ഉണ്ടോ. അപ്പോൾ നിങ്ങൾക്കും രാവിലെ വന്ന് ഇവിടെ കയാക്കിംഗ് നടത്താം. ഒരു ഗൈഡ് ഉണ്ടാകും, ഇവിടെ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ അക്വാ ഹെവനിലെ അശ്വിനാണ് നമ്മളൊപ്പം ഉള്ളത്. അശ്വിനെ പരിചയപ്പെടുത്താം. അപ്പൊ അശ്വിന്റെ നമ്പറൊക്കെ വാങ്ങി വെച്ചോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതൽ കാഴ്ചകളൊക്കെ വരാം. അപ്പൊ നമ്മൾ കണ്ടൽക്കാടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറാൻ പോവാട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ ടണലുകളാണ്, ടണലുകൾ പോലെ ഇങ്ങനെ കണ്ടൽ ഇങ്ങനെ വളർന്ന് ഇങ്ങനെ കിടക്കുന്നു. അപ്പോ ഇങ്ങനെ കണ്ടൽക്കാടിന്റെ ഉള്ളിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം അത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്, ഇതിന്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. ദൈവമേ, ചേട്ടാ പേടിക്കുന്ന സാധനമൊന്നും ഇല്ലല്ലോ അല്ലേ ഇതിന്റെ അകത്ത്? ഓക്കെ, കണ്ടൽക്കാടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ ാണല്ലേ. ഓക്കെ, ഈ ടണൽ തൊട്ടപ്പുറത്തും അപ്പോ കണ്ടൽക്കാട്ടിലെ കാഴ്ചകളൊക്കെ ആയിട്ടാണ് നമ്മൾ മോർണിംഗ് വൈബ്സ് ചേരുന്നത്. നമ്മളിപ്പോൾ കണ്ടതുപോലെ, പ്രേക്ഷകർ കണ്ടതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ഇടമാണ് ഈ കൊല്ലം പരവൂരിലെ നെടുങ്ങോലം എന്ന് പറയുന്ന സ്ഥലം. നെടുങ്ങോലത്തെ കണ്ടൽക്കാട് വിശേഷങ്ങൾ ഒക്കെ നമ്മൾ കാഴ്ചകളൊക്കെ ആയിട്ട് പോകാം. അപ്പൊ ഇതുപോലെ ഒരുപാട് ടണലുകളുണ്ട്. ഈ ടണലിനുള്ളിലേക്ക് കയറിയാൽ ചിലപ്പോൾ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് പോകാമെന്ന് തോന്നുന്നു. സൂര്യൻ ചേട്ടാ, മോർണിംഗ്. അപ്പൊ എങ്ങനെയാ ഈ കണ്ടൽക്കാടിന്റെ ഒരു കാര്യം രതീഷേട്ടൻ പറഞ്ഞു, എന്നാലും അത് എത്ര വർഷം? 20 വർഷമോ? ഏകദേശം ഒരു 20-25 വർഷം. ഈ പ്രധാനമായിട്ട് ഈ കായല് കയറി വസ്തു ഇടിഞ്ഞു, മണ്ണ് ഇടിഞ്ഞ് അകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഒരു പരിസ്ഥിതി പ്രവർത്തകരും എല്ലാം കൂടെ ചേർന്ന് ചെയ്തൊരു സംഭവം കൂടിയാണ്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം, മെമ്പർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് തുടങ്ങിയൊരു സാധനം അതിങ്ങനെ വളർന്ന് നേരത്തെ സൂചിപ്പിച്ച ഒരു അത്ഭുതകരമായ രീതിയിൽ അതിന്റെ ഒരു എന്താണ് സ്ട്രക്ചർ തന്നെ ഈ രൂപത്തിലേക്ക് വന്നത് ഭയങ്കര രസമാണ് കാണാനും. ഇപ്പം ഒരുപാട് പേര് ദൈനംദിനം എനിക്ക് തോന്നുന്നു 100-150 ആൾക്കാർ ഇത് കാണാൻ വേണ്ടി മാത്രം വരുന്നുണ്ട്. അശ്വിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സ്ഥാപനം തന്നെ അത് ഇത് കാണാനും ഉള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ള വലിയ അത്ഭുതമാണ്. ഇപ്പം പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് അതൊരു പാഠം കൂടിയാണ് കേരളത്തിലെ ജനതയ്ക്ക് ഈ പരവൂര്
കണ്ടൽക്കാടുമായി ബന്ധപ്പെട്ടുള്ള ഇത് നൽകുന്നത് തന്നെ. ഓക്കെ 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 ഓക്കെ. എന്തായാലും ഒരുപാട് വിനോദസഞ്ചാരികൾ ഈ പരവൂരിലേക്ക് നെടുങ്കോലത്തേക്ക് എത്തുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു രാവിലെയാണോ വൈകുന്നേരമാണോ കൂടുതൽ, ഈ സൺറൈസ് ആണോ സൺസെറ്റ് ആണോ ഭംഗി? എനിക്ക് തോന്നുന്നത് രണ്ടും ഒരേ കണക്കാണ് ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. സൺറൈസും സൺസെറ്റും ഒരേ കണക്ക് തന്നെ ആസ്വദിക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോ ഈ വർക്കല കേന്ദ്രീകരിച്ചുള്ള ടൂറിസത്തിന് ഒരു പ്രധാന ഇടമായി മാറുന്നുണ്ട്. കാരണം ഇവിടെ വർക്കലയ്ക്ക് എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് ഏകദേശം ഒരു 13-14 കിലോമീറ്റർ. 13-14 കിലോമീറ്റർ അല്ലേ? ഓക്കെ. അപ്പൊ ഈ 13-14 കിലോമീറ്റർ ദൂരത്തിനപ്പുറമുള്ള വർക്കല. അപ്പോ വർക്കല എത്തുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ അവിടെ വർക്കല ബീച്ച്, അത് കഴിഞ്ഞാൽ നേരെ ഇവിടെ വരാം. രാവിലെ ആണെങ്കിലും കുഴപ്പമില്ല, വൈകിട്ടാണെങ്കിലും കുഴപ്പമില്ല. നട്ടുച്ചയ്ക്ക് മാത്രമായിരിക്കും പൊരുവയിലാകുക അല്ലോ അല്ലെ? ബാക്കി രണ്ട് സമയത്തും വളരെ ആസ്വാദ്യകരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. കണ്ടലിന്റെ ഭംഗി ആസ്വദിക്കാൻ, ഒപ്പം തന്നെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ടൂറിസത്തിന്റെ ഒരു ഭംഗിയൊക്കെ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരെ ഇങ്ങോട്ട് വരാം. ഇവിടെ കയാക്കിംഗ് നടത്താം. കയാക്കിംഗ് അല്ലാണ്ട് വേറെ എന്താ ഇവിടെ ഒരു അഡ്വഞ്ചറസ് സ്പോട്ടുള്ള രതീഷ്? ബോട്ടിംഗ് ഉണ്ട്. വലിയ ബോട്ടുകളാണോ? വലിയ ബോട്ടല്ല, ഇവിടെ നമ്മള് ഈ സാധാ നമ്മളെ ഇത് കണക്കുള്ള ബോട്ട്, വള്ളം. ഓക്കെ, വള്ളങ്ങൾ, വലിയ വള്ളങ്ങളിൽ നമുക്ക് യാത്ര ചെയ്യാം അല്ലെ? ഓക്കെ. അതെങ്ങനെ എത്ര സമയത്ത്? ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ അപ്പൊ ഒരു ട്രഡീഷണൽ ബോട്ട് സവാരി നടത്താം വേണമെങ്കിൽ ഇവിടെ വന്നാൽ. വള്ളങ്ങളിലായിരിക്കും. ഈ തുഴഞ്ഞു തന്നെ എഞ്ചിനുള്ള ബോട്ടല്ലോ, തുഴഞ്ഞു തന്നെ പോകുന്ന ബോട്ടുകൾ അല്ലെ? ഓക്കെ. അപ്പോ അതാണ് കാഴ്ചകൾ. എന്നാലും ഈ രതീഷേട്ടൻ ഈ മെമ്പറാണ്, ഞാൻ സൂചിപ്പിച്ചല്ലോ. ഈ എങ്ങനെയുണ്ട് ഇവിടുത്തെ ടൂറിസം കൊണ്ടുള്ള ഒരു ഇൻകം ഒക്കെ ചെറുക്കര ഗ്രാമപഞ്ചായത്തിന് കിട്ടി തുടങ്ങിയോ? ചിറക്കര ഗ്രാമപഞ്ചായത്തിന് ഇൻകം കുറച്ചൊക്കെ കിട്ടി തുടങ്ങുന്നുണ്ട്. പിന്നെ ഇതില് ഇവിടെയുള്ള സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഒരുപാട് ജോലി സാധ്യതകൾ കൂടി. ഇപ്പോൾ നേരത്തെ ഇവിടെ ഇഷ്ടികയുമായി ബന്ധപ്പെട്ടും ഒക്കെ ജോലി ചെയ്തിരുന്നവരാണ്. ഇപ്പൊ അവർക്ക് ആ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പൊ ടൂറിസം ഡെവലപ്പ് ആയതോടുകൂടി ഒരുപാട് സാധാരണപ്പെട്ടവർക്ക് ഒരുപാട് ജോലി സാധ്യതകൾ കൂടുകയും ജീവിതം ഒരുപാട് മെച്ചപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഒരുപാട് പേര് എത്തുന്നുണ്ട്. വർക്കല കേന്ദ്രീകരിച്ചുള്ള ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലേ? വർക്കല കേന്ദ്രീകരിച്ചാണ് കൂടുതൽ ടൂറിസ്റ്റുകൾ ഇവിടെ എത്താറുള്ളത്. വർക്കല എത്തുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഈ മാംഗ്രോ കാണുന്നതിന് വേണ്ടി വരുന്നുണ്ട്. ഈ പിന്നെ ഇവിടെ കാര്യമായിട്ട് നിങ്ങൾ പരസ്യമൊക്കെ ചെയ്ത് തുടങ്ങിയില്ലേ? കാരണം അത്രമാത്രം പുറത്തേക്ക് ഒരു പ്രചാരം കിട്ടി തുടങ്ങിയ സംശയമുണ്ടല്ലോ. ഇപ്പൊ 1-2 കൊല്ലം കൊണ്ട് പരസ്യം നല്ല രീതിയിൽ നടക്കുന്നു. 1-2 ഈ ടൂറിസം കമ്പനികൾ വന്നതുകൊണ്ട്, ഈ കയാക്കിങ്ങിന്റെ കമ്പനികളൊക്കെ വന്നിട്ടുണ്ട്. അശ്വിനെ പോലുള്ള അക്വാഹവനുള്ള കമ്പനികളൊക്കെ വന്നതുകൊണ്ട് ഇപ്പം നല്ല രീതിയിൽ പരസ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു നല്ല രീതിയിൽ ആൾക്കാർ വരുന്നുണ്ട്. കൂടുതലും അവധി ദിവസങ്ങളാണ്, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് കൂടുതലായിട്ട് ഇവിടെ സഞ്ചാരികൾ എത്താറുള്ളത്. വെള്ളി, ശനി ദിവസങ്ങളിൽ അല്ലേ? ഓക്കെ. അശ്വിനെ, ഈ ഇപ്പൊ നമ്മുടെ പീസാലിട്ട് ചോദിക്കുന്നത് അവർക്ക് വരാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ കയാക്കിങ്ങിന്റെ ഒക്കെ റേറ്റ് ഒക്കെ എങ്ങനെയാ? കയാക്കിങ് നമ്മള് ഡിപ്പെൻസ് ആണ്. ഇപ്പോഴത്തെ ഈ ഇത് നോക്കിയിട്ടാണ്. ഒരു 800 രൂപയ്ക്കാണ് കയാക്കിങ് ഒരു 3 മണിക്കൂറത്തേക്ക് വരുന്നത് പെർ ഹെഡിന്. പെർ ഹെഡ്. അതായത് 2 പേരുടെ കയാക്കാണോ പറയുന്നത്, അതോ സിംഗിൾ ആണോ? സിംഗിളിന് ഒരാൾക്ക് 800 രൂപയാണ്. നമ്മള് 3 മണിക്കൂർ തന്നുവിടും. അതെ, 3 മണിക്കൂർ. അതിന്റെ കൂടെ ട്രെയിനർ ഉൾപ്പെടെ വരുന്നതിന് 800 രൂപയാണ്. അതിന്റെ അകത്ത് ഒരു കുറെ സ്ഥലങ്ങൾ പോകും. ബേർഡ് സാങ്ച്വറി പോകും. അത് കണക്ക് തന്നെ ടെമ്പിൾ വിസിറ്റ് ഉണ്ട്. പിന്നെ അത് പള്ളിയുടെ വിസിറ്റ് ഉണ്ട്. അങ്ങനെ കുറെ സ്ഥലങ്ങൾ പോകും. പിന്നെയും ആംഗ്രൂ ടണൽസ്, അതിന്റെ മതിലുകൾ, അങ്ങനെ എല്ലായിടവും പോയിട്ട് ഒരു 3 മണിക്കൂർ കൊണ്ട് കറങ്ങി വരുന്നതിനാണ് ആ ചാർജ് ആവുന്നത്. 800 രൂപ. അപ്പൊ ഒറ്റയ്ക്ക് വന്നാലോ? ഒറ്റയ്ക്ക് വന്നാലും കൊണ്ടുപോകും. ഒരു ട്രെയിനറും ഞാൻ മാത്രമായിട്ട് വരുന്നു, കൊണ്ടുപോകും. നഷ്ടമല്ലേ? എന്നാൽ നഷ്ടമാണോന്ന് വെച്ചാൽ നഷ്ടമാണ്. എങ്കിലും നമ്മള് ഇത് കാണാൻ വരുന്നവരല്ലേ, നമ്മുടെ നാടിനെ കുറിച്ച് അറിഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ എല്ലാവരും. അപ്പൊ അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാന്നുള്ള. പക്ഷെ എത്ര നാളായി തുടങ്ങിയിട്ട് ഈ അഡ്വഞ്ചർ? അക്വാഹവൻ തുടങ്ങിയിട്ട് 10 വർഷമായി. 10 വർഷമായി. ഞാന് MSc പഠിക്കുമ്പോഴാണ് തുടങ്ങുന്നത്. വിദ്യാർത്ഥിയായിരിക്കും, സംരംഭകനായി. ഡിഗ്രി അവസാനമാണ് ഞാൻ ഇതിലേക്ക് കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. നമുക്ക് ചെമ്മീൻ കൃഷിയായിരുന്നു മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഒരു 6 വർഷം മുമ്പാണ് ഈ ടൂറിസം എന്നുള്ള ആശയത്തിലേക്ക് കൊണ്ടുവന്നത്. 6 വർഷം മുമ്പാണ് നമ്മളിവിടെ ഗസ്റ്റുകളെയൊക്കെ കൊണ്ടുവരുന്നത്. അന്ന് നമുക്ക് ഈ വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഇങ്ങനെ കണ്ടൽ ഇത്ര മാത്രം ഉണ്ടോ? അന്ന് ഇതിനെക്കാട്ടിയും ഭംഗിയായിരുന്നു കണ്ടൽ. കണ്ടല് ഭയങ്കരമായ ഭംഗിയായിരുന്നു. ഇപ്പോഴെന്ന് പറയുന്നത് ഇവിടെ കുറെ പേര് ഈ സ്പീഡ് ബോട്ടും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നതിന് ശേഷം ഈ കണ്ടൽ നശിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അത് ഈ സ്പീഡ് ബോട്ടിന്റെ ഇവര് ഇതിന്റെ അകത്ത് പതുക്കെയല്ലല്ലോ പോകുന്നത്. ഭയങ്കരമായി സ്പീഡ് ബോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഗസ്റ്റിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭയങ്കരമായി സ്പീഡ് ബോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇതിന്റെ കരകളെല്ലാം ഇടിയുന്നു, ഈ കണ്ടൽ മറിയുന്നു. മുമ്പെന്ന് പറഞ്ഞാൽ ഈ കണ്ടലിന്റെ ഇടയിൽ കൂടെ ഒരു സൂര്യപ്രകാശം പോലും വരില്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പൊ ഇത് ഇങ്ങനെ മറിഞ്ഞിട്ട് ഇതിന്റെ ഇടയിലോട്ട് ഈ മത്സ്യസമ്പത്തുകൾ ഇല്ലാതെ ഈ ട്രഡീഷണൽ രീതിയിൽ പോവുകയാണ്, കയാക്ക് പോവുകയാണ്, ഒരു പ്രശ്നമില്ല. എന്ന് വെച്ചാൽ അതിനെ നമ്മൾ ഒരു ഇതും പറ്റും. പക്ഷെ ഈ സ്പീഡ് ബോട്ട് പോകുമ്പോഴത്തേക്ക് അത് അത്രയും ഇതിനെ എഫക്ട് ചെയ്യും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു
ഒരു ഡ്രോബാക്ക് ആയിട്ട് ഇപ്പൊ നിലവിലുള്ളത്. നമ്മൾ പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ സ്പീഡ് ബോട്ടുകൾ നിയന്ത്രിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ടാണ്, ഇപ്പൊ ഒരു കുറച്ച് മാസങ്ങളായിട്ടാണ് ഈ സ്പീഡ് ബോട്ട് ഇത്രയും ഇതായിട്ട് വന്നിട്ട്. അത് കണക്കിന് ഈ വസ്തുക്കളുടെ എല്ലാം കരകൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സ്പീഡ് ബോട്ട് കാരണം വസ്തുക്കളുടെ എല്ലാം കരകൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന് ഇത്രയും മനോഹരമായ ഒരു സ്ഥലം നമ്മുടെ കേരളത്തിൽ ഇല്ല. സത്യമാണ്, അത്രയും മനോഹരമായിട്ടുള്ള ഇടമുണ്ടെങ്കിൽ അത് സംരക്ഷിക്കപ്പെടണം. കാരണം ഇത് ഇവിടെ വന്ന് കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും ഒരു മനം കുളിർന്നേ പോകുള്ളൂ എന്നാണ് ഞാൻ അപ്പൊ മെമ്പറോട് തന്നെ ചോദിക്കാം അതിന് എന്താ ചെയ്യാൻ പറ്റും. മെമ്പറെ, ഇപ്പൊ അശ്വിൻ പറഞ്ഞ കേട്ടോ, ഈ സ്പീഡ് ബോട്ടൊക്കെ നമുക്ക് നിയന്ത്രിക്കണം, എന്ത് ചെയ്യാൻ പറ്റും? സ്പീഡ് ബോട്ട് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മൾ അതിനുവേണ്ടി പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വന്ന് അന്വേഷണങ്ങൾ നടത്തി. തൃപ്തികരമായിട്ടില്ല. തീർച്ചയായിട്ടും ഇത് നിയന്ത്രിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇത് കാലാകാലങ്ങളിൽ നമ്മളെ പ്രകൃതി സമ്പത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടിയും ഇതുപോലെ കണ്ടൽക്കാടുകൾ നിലനിൽക്കേണ്ട നമ്മുടെ അത്യാവശ്യ ഘടകമാണ്. മത്സ്യസമ്പത്തുകൾ ഏറ്റവും കൂടുതൽ പ്രജനനം നടത്തുന്നത് ഈ കണ്ടൽക്കാടുകൾക്കിടയിലാണ്, കരിമീൻ ഇങ്ങനെയുള്ള. അപ്പൊ ഇതൊക്കെ നിലനിർത്തേണ്ടത് നമ്മളെ അത്യാവശ്യ ഘടകമാണ്. അതിന് കൂടുതൽ നിയമപരമായിട്ടുള്ള കൂടുതൽ ബന്ധപ്പെടണമെന്നാണ് എനിക്കിതിനെ കുറിച്ച് പറയാനുള്ളത്. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഈ കണ്ടലിലെ കാഴ്ചകളൊക്കെയാണ് നമ്മളിങ്ങനെ ഇപ്പൊ ഇത് പരവൂർ കായലല്ലേ? പരവൂർ കായലാണ്. ഈ പരവൂർ കായലിലെ അവിടെ ഒരു പ്രധാന ഇടമാണ്. അവിടെ ഇങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ നെടുങ്ങോലം, ഓർത്തു വെച്ചോ പേര് നെടുങ്ങോലം. അത്രമാത്രം ഒന്നും ഈ പുറം ലോകത്തേക്ക് എത്തിയിട്ടുണ്ടോ സംശയം. ഞാൻ ആദ്യം പറഞ്ഞാൽ കേട്ടിട്ട് വന്നപ്പോ നെടുങ്ങോലം അത്ര വലിയ സംഭവം അല്ല എന്നോട്ട് കരുതി. പക്ഷെ നിങ്ങളിപ്പോ കാണിച്ചപ്പോ അതിഗംഭീരമാണ്. അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അത്യുഗ്രനാണ്, സൂപ്പറാണ്. നമ്മുടെ ലല്ലുവണ്ണം ബാക്കിലുണ്ട്, ലല്ലുവണ്ണന്റെ വീടിന് തൊട്ടടുത്താ. ലല്ലുവണ്ണൻ ആദ്യം പറഞ്ഞപ്പോ ലല്ലു ആദ്യം പറഞ്ഞു ഇങ്ങനെ അങ്ങനെ സ്ഥലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ നിങ്ങളുടെ നാട് അവിടെ പൊക്കാനല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, നല്ല സ്ഥലമാണ്, ഉറപ്പായിട്ടും വരാവുന്ന. പരവൂർ റെയിൽവേ സ്റ്റേഷനും വളരെ അടുത്താണ്. ഇപ്പൊ പാസഞ്ചർ ട്രെയിനൊക്കെ ആണെങ്കിൽ എല്ലാ സ്റ്റോപ്പില്ലേ ഇവിടെ ഉണ്ട്. അപ്പൊ പാസഞ്ചർ ട്രെയിനിൽ കയറിയും വന്നാൽ മതി. ചില പ്രധാനപ്പെട്ട ട്രെയിനുകൾ നിർത്തുന്നുണ്ടോ അല്ലെ? മിക്ക ട്രെയിനും നിർത്തുന്ന ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷനാണ്. അപ്പൊ പരവൂർ ഇറങ്ങാം. പരവൂർ ഇറങ്ങിയൊരു 3 കിലോമീറ്റർ 3.5 കിലോമീറ്ററേ ഉള്ളൂ, ഇവിടെ എത്തുകയും ചെയ്യും. അപ്പോൾ ടൗണിനോട് ചേർന്ന് എടുക്കുന്ന സ്ഥലമാണ്. വണ്ടി എത്തും, കാർ എത്തും. അവിടെ നിന്ന് നമ്മളെ ഒരു വഞ്ചിയിൽ കയറ്റിയാണ് കൊണ്ടുവരിക, അല്ലെങ്കിൽ കയാക്ക് എടുക്കാൻ നമുക്ക് ഈ കാഴ്ചകൾ ആസ്വദിക്കാം. ഒരു 3 മണിക്കൂർ രസകരമായിട്ട് സ്പെൻഡ് ചെയ്യാം. അപ്പൊ നമ്മളെന്താണെങ്കിലും ഈ കണ്ടൽ കാഴ്ചയിലേക്ക് വരാൻ പോവുകയാണ്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് മറ്റൊരു കുഞ്ഞൻ രാജ്യത്തിന്റെ കാഴ്ച കണ്ട ശേഷം നമുക്ക് വരാൻ തോന്നുന്നു. ഒരു സീലാൻഡ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും കുഞ്ഞു രാജ്യം. എങ്ങനെ രാജ്യം? അത് ഈ പറയുന്ന പോലെ ഒരു മനുഷ്യനിർമ്മിതമാണ്. 2 തൂണിൽ ഉള്ള ഒരു രാജ്യമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കണം. ഇപ്പോൾ ഈ കണ്ടൽക്കാട് മനുഷ്യനിർമ്മിതമാണെങ്കിലും ആ രാജ്യം തന്നെ 2 തൂണിലുള്ള രാജ്യമാണ്. അതിന്റെ രസകരമായിട്ടുള്ള കഥയാണ് സന്ദീപ് വിശദീകരിക്കും. നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയാമോ കടലിന് നടുവിൽ ആകാശത്തായി ഒരു രാജ്യമുണ്ടെന്ന്? കെട്ടുകഥ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ, സംഗതി സത്യമാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമെന്ന പേരിൻ്റെ നേരവകാശികളാണ് ഇവർ. ഭൂവിസ്തൃതിയിലും ജനസംഖ്യയിലും നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ കാര്യത്തിലുമെല്ലാം അവരാണ് ലോകത്തിലെ ഇത്തിരി കുഞ്ഞന്മാർ. ആ അത്ഭുത രാജ്യത്തേക്കാണ് നിങ്ങളെ ഞാൻ ഇക്കുറി കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇത് സീലാൻഡ്. ഇംഗ്ലണ്ടിലെ സഫോക്ക് തീരത്തു നിന്ന് ഏകദേശം 6 മൈൽ അകലെ കടലിന് നടുവിലായാണ് ഈ കുഞ്ഞൻ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. 2 തൂണുകളിലായി സമുദ്രത്തിന് മുകളിലാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. അതായത് പ്രകൃതിദത്ത ദ്വീപല്ല ഇത്, മറിച്ച് മനുഷ്യനിർമ്മിത കോട്ടയാണ് ഇതെന്നർത്ഥം. ആദ്യം നമുക്ക് ഈ രാജ്യം എങ്ങനെ രൂപപ്പെട്ടു എന്ന് പരിശോധിക്കാം. അതിനുശേഷം ഇവിടുത്തെ മറ്റു ചില പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് അറിയാം. 1967 സീലാൻഡ് എന്ന രാജ്യത്തിൻ്റെ കഥ ആരംഭിക്കുന്നത്. പക്ഷേ അതിൻ്റെ വിത്തുകൾ വീണതാകട്ടെ 2ാം ലോക മഹായുദ്ധകാലത്തും. യുദ്ധസമയത്ത് ജർമ്മൻ വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ വടക്കൻ കടലിൽ നിരവധി ഉറപ്പുള്ള കടൽക്കോട്ടകൾ നിർമ്മിച്ചു. ഇവയിലൊന്ന് ഇംഗ്ലണ്ടിലെ സഫോക്ക് തീരത്തു നിന്ന് ഏകദേശം 6 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഫോർട്ട് റഫ്സ് ആയിരുന്നു. ഇന്ന് കാണുന്ന സീലാൻഡ് എന്ന കുഞ്ഞൻ രാജ്യത്തിൻ്റെ ചരിത്രം ആ റഫ്സ് കോട്ടയിൽ നിന്നും തുടങ്ങുന്നു. 1967 ബ്രിട്ടീഷ് ആർമി മേജറും പൈറേറ്റ് റേഡിയോ ബ്രോഡ്കാസ്റ്ററുമായ പാഡി റോയ് ബേറ്റ്സ് ഇത് സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചു. ബേറ്റ്സ് സ്വയം സീലാൻഡിന്റെ രാജകുമാരൻ എന്ന് പ്രഖ്യാപിക്കുകയും സീലാൻഡ് ഒരു പരമാധികാര രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരു പൈറേറ്റ് റേഡിയോ സ്റ്റേഷൻ സംപ്രേഷണം ചെയ്യുക എന്നതായിരുന്നു ഈ കോട്ട ഏറ്റെടുക്കുമ്പോൾ ബേറ്റ്സിന്റെ ലക്ഷ്യം. പക്ഷേ വളരെ വൈകാതെ തന്നെ ഈ കോട്ടയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഭാവിയിലെ സാധ്യതകളും ഇദ്ദേഹം മനസ്സിലാക്കി.
ഇതോടെ 1967 സെപ്റ്റംബർ 2 റഫ്സ് കോട്ടയെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ബേറ്റ്സ് പ്രഖ്യാപിച്ചു. സീലാൻഡ് പ്രിൻസിപ്പാലിറ്റി എന്ന് അദ്ദേഹം തന്റെ സ്വന്തം രാജ്യത്തിന് നാമകരണം ചെയ്യുകയും ചെയ്തു. ഒരു പാരമ്പര്യ രാജവാഴ്ച സ്ഥാപിച്ചുകൊണ്ട് ഇദ്ദേഹം സ്വയം റോയി രാജകുമാരനായും ഭാര്യ ജോവാൻ രാജകുമാരിയായും പ്രഖ്യാപനം നടത്തി. രാജ്യം സ്ഥാപിച്ച് തൊട്ടടുത്ത വർഷം തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യവുമായി ഈ കുഞ്ഞൻ രാജ്യം യുദ്ധത്തിലേർപ്പെട്ടു. യുദ്ധമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുതുന്ന വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. 1968 ബ്രിട്ടീഷ് സർക്കാർ സീലാൻഡിലെ പൈറേറ്റ് റേഡിയോ സ്റ്റേഷൻ പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചു. ബേറ്റ്സ് രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരായ യുദ്ധപ്രഖ്യാപനം തന്നെയായിരുന്നു. കോട്ട പൊളിക്കാനെത്തിയ തൊഴിലാളികൾക്ക് നേരെ ബേറ്റ്സും മകൻ മൈക്കിളും വെടിയുതിർത്തു. ബ്രിട്ടീഷ് അധികാരികൾ രാജാവിനെയും രാജകുമാരനെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇവരുടെ അറസ്റ്റോടെ ബ്രിട്ടീഷ് നിയമ സംവിധാനത്തിൽ വലിയൊരു പ്രതിസന്ധി രൂപപ്പെട്ടു. ഇവർ ബ്രിട്ടീഷുകാരായ തൊഴിലാളികൾക്ക് നേരെ വെടിയുതിർത്തത് അക്കാലത്തെ ബ്രിട്ടീഷ് ടെറിട്ടോറിയൽ ജലത്തിന് പുറത്തായിരുന്നു. തങ്ങളുടെ പരമാധികാര പ്രദേശത്തിന് പുറത്തു നടന്ന സംഭവത്തിൽ നിയമ നടപടികൾ ആരംഭിച്ചാൽ അന്താരാഷ്ട്ര തലത്തിൽ അത് വലിയ വിഷയമാകുമെന്ന് ബ്രിട്ടൻ കരുതി. ഇതോടെ ബ്രിട്ടീഷ് കോടതി ബേറ്റ്സിനെയും മകനെയും കേസിൽ നിന്നും ഒഴിവാക്കി. അങ്ങനെ ബ്രിട്ടൻ തന്നെ സീലാൻഡിനെ പരമാധികാര രാഷ്ട്രമായി അംഗീകരിച്ചെന്ന് ബേറ്റ്സ് രാജാവ് പ്രഖ്യാപിച്ചു. എന്നാൽ ബേറ്റ്സിന്റെ ഈ വാദത്തെ നിയമവിദഗ്ധർ ഇന്നും അംഗീകരിക്കുന്നില്ല. സീലാൻഡിന്റെ യുദ്ധം അവിടെയും അവസാനിച്ചില്ല. 1978 ഒരു ജർമ്മൻ വ്യവസായി വാടകയ്ക്കെടുത്ത ജർമ്മൻ ഡച്ച് കൂലിപ്പടയാളികൾ ഈ കുഞ്ഞൻ രാജ്യത്തെ ആക്രമിക്കുകയും രാജ്യം പിടിച്ചെടുക്കുകയും ബേറ്റ്സിന്റെ മകൻ മൈക്കിളിനെ ബന്ദിയാക്കുകയും ചെയ്തു. ആ സമയത്ത് ഓസ്ട്രിയയിലായിരുന്നു ബേറ്റ്സ്. ഒരു ഹെലികോപ്റ്റർ പൈലറ്റിന്റെയും ചില സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായത്തോടെ സീലാൻഡ് തിരിച്ചുപിടിക്കാനും ആക്രമണകാരികളെ പിടികൂടാനും ബേറ്റ്സിന് കഴിഞ്ഞു. അദ്ദേഹം അവരെ യുദ്ധ തടവുകാരായി പ്രഖ്യാപിച്ചു. ജർമ്മൻ സർക്കാരിൽ നിന്ന് മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്തു. തങ്ങളുടെ പൗരന്മാരായ യുദ്ധ തടവുകാരുടെ മോചനത്തിനായി ഒരു നയതന്ത്ര പ്രതിനിധിയെ ജർമ്മനി അയച്ചു. ഇത് തന്റെ പരമാധികാരത്തിനുള്ള മറ്റൊരു യഥാർത്ഥ അംഗീകാരമാണെന്ന് ബേറ്റ്സ് അവകാശപ്പെട്ടു. 1987 ബ്രിട്ടൻ തങ്ങളുടെ സമുദ്രാതിർത്തി വിപുലപ്പെടുത്തി. സീലാൻഡിനെ വലയം ചെയ്യുന്ന സമുദ്രം ഉൾപ്പെടെ ഇതോടെ ബ്രിട്ടന്റെ അധീനതയിലായി. എന്നാൽ അതിനു മുന്നേ തന്നെ തങ്ങൾ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണെന്ന് ബേറ്റ്സ് വാദിച്ചു. സീലാൻഡിന്റെ അവകാശവാദത്തെ അംഗീകരിക്കുകയോ എതിർക്കുകയോ ചെയ്യാൻ ഇനിയും ബ്രിട്ടൻ തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം. ആരൊക്കെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി തന്നെയാണ് സീലാൻഡ് പ്രവർത്തിക്കുന്നത്. 2012 ബേറ്റ്സ് രാജാവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ മൈക്കിൾ രാജകുമാരൻ അധികാരമേറ്റു. പ്രിൻസിപ്പാലിറ്റിക്ക് അതിൻ്റെതായ ഭരണഘടന, പതാക, ദേശീയഗാനം കൂടാതെ സ്വന്തം പാസ്പോർട്ടുകളും സ്റ്റാമ്പുകളും പോലുമുണ്ട്. ചെറിയ വലിപ്പവും പരിമിതമായ ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളുമായിരുന്നു ഈ കുഞ്ഞൻ രാജ്യത്തിന്റെ പ്രധാന വെല്ലുവിളി. ഡിജിറ്റൽ യുഗം ആരംഭിച്ചതോടെ ഈ രാജ്യത്തിന്റെ തലവര മാറിയെന്ന് തന്നെ പറയാം. സെർവറുകൾ പോസ്റ്റ് ചെയ്തും ഡൊമൈൻ വിൽപ്പനയും മറ്റുമാണ് ഇപ്പോൾ ഈ രാജ്യത്തിന്റെ പ്രധാന വരുമാന മാർഗം. ഇതിനു പുറമെ വിനോദസഞ്ചാരം, സീലാൻഡ് തീം, ചരക്ക് വിൽപ്പന എന്നിവയും അതിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി മാറുന്നു. ഏകദേശം 4000 ചതുരശ്ര അടിയാണ് ഈ രാജ്യത്തിന്റെ ആകെ വിസ്തൃതി. സമുദ്രത്തിനടിയിൽ നിന്നും പടുത്തുയർത്തിയ 2 വലിയ ടവറുകൾക്ക് മുകളിലെ കോൺക്രീറ്റ് പ്ലാറ്റ്ഫോമാണ് സീലാൻഡ് എന്ന രാജ്യം. താമസ സൗകര്യങ്ങൾ, ഒരു പവർ ജനറേറ്റർ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. സീലാൻഡിലെ ജനസംഖ്യ പലപ്പോഴും വ്യത്യാസപ്പെടുന്നു. ഇവിടെ സ്ഥിരതാമസമാക്കിയവരും അല്ലാത്തവരുമായ പൗരന്മാർ ഉണ്ടെന്നാണ് അവകാശവാദം. പക്ഷേ സാധാരണയായി കുറച്ച് വ്യക്തികൾ മാത്രമാണ് ഇവിടെയുള്ളത്. ഇത്തിരി കുഞ്ഞനെങ്കിലും സ്വയം നിർണയാവകാശത്തിനായി പോരാടുന്ന ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള ജനങ്ങളുടെ ആവേശകരമായ പ്രതീകമാണ് സീലാൻഡ്. ഈ രാജ്യത്തിന്റെ ചരിത്രവും ചെറുത്തുനിൽപ്പും കലാകാരന്മാർക്കും എഴുത്തുകാർക്കും ചലച്ചിത്ര പ്രവർത്തകർക്കുമെല്ലാം പ്രചോദനം നൽകിയിട്ടുണ്ട്. ഡോക്യുമെന്ററികളുടെയും അതുപോലെ വാർത്താ ലേഖനങ്ങളുടെയും വിഷയമായി പലപ്പോഴും പ്രിൻസിപ്പാലിറ്റി മാറാറുണ്ട്. അതെ, ചെറുതെങ്കിലും ലോകത്തിന് അത്ഭുതമാണ് ഈ സമുദ്രത്തിന് മുകളിലെ ആകാശരാജ്യം. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും നെടുങ്കോലത്തെ കാഴ്ചയിലേക്ക് വരികയാണ്. സീലാൻഡ് നമ്മൾ കണ്ടു. അപ്പോ നെടുങ്കോലത്തെ കാഴ്ചയിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ കണ്ടലുകള് ഇത് നിർമ്മിച്ചെടുത്തതാണ്. ഈ ഇത്രയും വലിയൊരു വനസമ്പത്ത്, കണ്ടലിന്റെ വലിയൊരു കാട് എന്ന് പറയുന്നാൽ അത് എനിക്ക് തോന്നുന്നു
ഈ പ്രോപ്പർട്ടി, ഈ വസ്തുക്കളുടെ ഈട്, അത് അതിന്റെ അതിർത്തികൾ ഇടിഞ്ഞു പോകാതിരിക്കാനുള്ള ലക്ഷ്യമായിരുന്നു ആദ്യം, അല്ലേ? അപ്പൊ അങ്ങനെ ഈ ഓരോ വ്യക്തികളായി അങ്ങനെ കണ്ടലുകൾ അവരവരുടെ സ്ഥലങ്ങളുടെ അതിരുകളിൽ നട്ട് ഇതൊരു വലിയ കണ്ടൽക്കാടിന്റെ ഒരു വലിയ പ്രദേശമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഇവിടുത്തെ ഒരു മത്സ്യസമ്പത്ത് ഏതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മത്സ്യസമ്പത്തുകൾ? ഇവിടെ നമുക്ക് പിന്നെ കരിമീൻ, അതുപോലെ പിന്നെ ചെമ്പല്ലി, അങ്ങനെയുള്ള ഏറ്റവും നല്ല ചെമ്പല്ലി കിട്ടുന്ന കായലാണ് പരവ് കായൽ. നല്ല പിന്നെ രുചികരമായിട്ടുള്ള മീൻ മത്സ്യം കിട്ടുന്ന കായൽ കൂടിയാണ്. അതിന്റെ അങ്ങനെ വരാൻ കാരണം എന്ന് പറയുന്നത്, പണ്ട് കാലത്ത് ഈ കായലിൽ നിന്നാണ് ഇഷ്ടിക ഉണ്ടാക്കാനായിട്ട് ചെളി എടുത്തിരുന്നത്. അപ്പൊ ഈ ചെളിയിൽ രൂപപ്പെടുന്ന മീനുകൾക്ക് പ്രത്യേകതരം ടേസ്റ്റാണ്. അതിനുശേഷം പിന്നെ മണൽ വ്യവസായമായിരുന്നു, മണൽ വാരല്. അത് ഈ പിന്നെ കൂടയ്ക്കും ഒക്കെ വാരുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. പിന്നെ സർക്കാർ അത് നിരോധിച്ചപ്പോഴാണ് കായൽ പൂർണ്ണമായി ശാന്തമാവുകയും അതിനുശേഷം നല്ല മത്സ്യസമ്പത്തുള്ളൊരു പ്രദേശം കൂടിയാണ്. ഇവിടെ കാര്യമായിട്ട് മത്സ്യം പക്ഷെ ആരും പിടിക്കുന്നത് കാണുന്നില്ല. അല്ല, അങ്ങനെ പിടുത്തമൊന്നുമില്ല. നിങ്ങൾ കടലും കായലും ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കായൽ മത്സ്യത്തിൽ വലിയ താല്പര്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. താല്പര്യമില്ലാതില്ല, എല്ലാവരും രുചികരമായി ഞങ്ങൾ ആസ്വദിക്കുന്നവരാണ്. പക്ഷേ ഞങ്ങൾ അങ്ങനെ കായലിലെ മത്സ്യങ്ങളെ കൂടുതൽ ദ്രോഹിക്കാറില്ല. ഓ, പക്ഷെ ഞാൻ ചിലപ്പോ ഇത് ദ്രോഹിക്കും. രണ്ട് കരിമീൻ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇത് സൂര്യൻ ചേട്ടൻ, ഇത് വർണ്ണൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. ഏത് സ്റ്റേഷനിൽ ഇപ്പൊ? കൊട്ടാരക്കര. എങ്ങനെയുണ്ട് ഫയർഫോഴ്സ് ജീവിതമൊക്കെ? ആണോ? ഇവര് ഇതിന്റെ അകത്ത് വലിയ മാധ്യമ ശ്രദ്ധയൊക്കെ നേടിയാണ്. കുണ്ട്രയില് ഇറങ്ങിയപ്പോ ബോധക്കേടൊക്കെ വന്നു. ഒരു ജീവൻ രക്ഷിച്ച ആളാണ്. ജീവൻ രക്ഷിച്ചു. അണ്ണാ ഒന്ന് വിവരിച്ചത് കഥയുണ്ടോ? കഥ പറയാം. കഥ എന്താ കഥ? ഹരി, നമ്മുടെ ചേട്ടനെ കാണിക്കട്ടോ. എന്തോ ഒരു പ്രത്യേക കഥ പറയാം. എന്താണ് കഥ? പറഞ്ഞു അശ്വിൻ എന്താ പറഞ്ഞല്ലോ. അത് കുണ്ട്രയിലെ കോവിൽമുക്കം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് 4 പേര് കിണർ തൊഴിലാളികൾ അകപ്പെട്ടു. അപ്പൊ അങ്ങനെ ഞങ്ങള് രക്ഷാപ്രവർത്തനത്തെ എത്തുകയും അതില് ഒടുവിലത്തെ ആളെ എടുക്കുന്ന സമയത്ത് എനിക്കും ബോധക്ഷയം ഉണ്ടാവുകയൊക്കെ ചെയ്തു. അതിന് ഒരുപാട് താഴെയുള്ള കിണറായിരുന്നു. 105 അടിക്ക് മേലുള്ള കിണറായിരുന്നു. ഓക്കെ. എന്നിട്ട് അവർ കളിയാക്കുന്നു, 105 അടി താഴെ ഇറങ്ങി ബോധക്ഷയം ഉണ്ടായിട്ട്. നമ്മള് പുള്ളി ഓർത്ത് അഭിമാനിച്ചു. അങ്ങനെ എല്ലാരും മാറി പുള്ളി അത്രയും താഴെ പോയി എടുത്തു. അതെ, 105 അടി താഴെ അല്ലേ? അതിന്റെ ശ്വാസം കിട്ടാതെ വന്നോ? അത് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. BA സെറ്റ് ഞാൻ ഉപയോഗിച്ചതിൽ പറ്റിയൊരു ചെറിയ മിസ്റ്റേക്കാണത്. ഓക്കെ, ശരി. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്കേ സ്വർണ്ണ ചേട്ടാ, നമുക്ക് ഈ ഒരു ഓളത്തിൽ പോകാൻ പാകത്തിന് ഒരു പാട്ട് കലാകാരനാണ്. ഞങ്ങളുടെ ഒരു നാടിന്റെ ഇതിന്റെ പ്രത്യേകത, ആമോട്ടത്ത് കാവ് എന്ന് പറയുന്ന കാവുണ്ട് ഇവിടെ. ആമോട്ടത്ത് അത് പിന്നെ കായലിന് നടുക്കുള്ള ഒരു ക്ഷേത്രമാണ്. ആമോട്ടത്ത് അപ്പൂപ്പൻ എന്ന് പറയുന്ന ഒരു വിശ്വാസമാണ്. അപ്പൊ അവിടെ അതായത് പ്രതിഷ്ഠ എന്താ? അപ്പൂപ്പൻ, ആമോട്ടത്ത് അപ്പൂപ്പൻ ആണോ? ഇപ്പൊ മഹാവിഷ്ണുവിനെ കൂടെ നമ്മളെ ആ കാവിൽ പോകും. ആമവട്ടത്ത് അപ്പൂപ്പൻ. അപ്പൂപ്പനെ കുറിച്ച് ഞങ്ങൾ പാടിക്കൊണ്ടിരുന്ന, എന്റെയൊക്കെ പഴയ തലമുറയൊക്കെ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടുണ്ട്. ഒരു വീടി കണ്ണാനരിയും ഒരു വീടി ചേനന്റെ ചോറും ചേനന്റെ കുടിയിൽ ചെന്നെങ്കിൽ ചെന്നേ ആമോട്ടത്തപ്പൂപ്പാനി വെള്ളം വെക്കം പായിച്ചു വിട്ടോ. അന്തിമാനം ചോന്നടി പൊന്നെ അന്തിക്കർക്കൻ ചാഞ്ഞടി പൊന്നെ. അന്തിമാനം ചോന്നടി പൊന്നെ അന്തിക്കർക്കൻ ചാഞ്ഞടി പെണ്ണേ. കക്കത്തൊള്ളായിരം കള്ളുകോടങ്ങള് കാണിക്ക വെച്ചായം പ്രകളാവോ. കക്കത്തൊള്ളായിരം കള്ളുകോടങ്ങള് കാണിക്ക വെച്ചായം പ്രകളാവോ. ഞാനും വന്ന് ഏമ്പ്രക്കാളാവും, ഏമ്പ്രക്കാളെ കൊണ്ടു ഞാറു നാടിക്കും. ഇതൊരു വലിയ ചരിത്രമാണ്. അതായത് ഒരു കാലഘട്ടത്ത് അടിച്ചമർത്തപ്പെട്ട് കിടന്നൊരു സമൂഹത്തെ ഞങ്ങളുടെ സ്വപ്നങ്ങളാണ്. ഞങ്ങൾ ആമോട്ടത്തപ്പൂവിന്റെ അവിടെ പോയി പാട്ടുപാടി, തൊണ്ടകീറി പാട്ടുപാടി ആമോട്ടത്തപ്പൂ ഞങ്ങൾക്ക് വെള്ളം തേവി തന്നിട്ട് ഞങ്ങളൊക്കെ തമ്പ്രാക്കന്മാരാവുന്ന ഒരു കാലം ഞങ്ങൾക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞു. വലിയ പ്രതീക്ഷയാണ്. അങ്ങനെയുള്ളൊരു സംസ്കാരമുള്ളൊരു നാട് കൂടിയാണ് ഞങ്ങളുടെ പലവൂര്. ഞങ്ങൾ പ്രത്യേകിച്ചും ഈ കായലുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം അങ്ങനെയാണ്. വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവമാണ് അത്. എന്നാലും ഈ ഇത്ര വലിയൊരു കലാകാരനാണ് എന്റെ അടുത്തിരുന്ന് ഞാൻ അറിഞ്ഞില്ല. ശരിക്കും പ്രൊഫഷണലി എന്താ ചേട്ടൻ? ഞാൻ ബാങ്ക് ജീവനക്കാരനാണ്. ബാങ്ക് ഉദ്യോഗസ്ഥനാണല്ലേ? ഓക്കെ. കല നിറഞ്ഞ നാടകവും നാടൻ പാട്ടും ഒക്കെ ആയിട്ട് സജീവമായിട്ട് നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. നാടകവും നാടൻ പാട്ട് ഒപ്പം തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥൻ. എനിക്കൊന്ന് ഇവിടെയൊക്കെ ആളുകൾക്ക് നിൽക്കാം. അവിടെ നമ്മുടെ ടൂറിസ്റ്റുകള് നന്ദു ഓടി വന്നേ. അവിടെ ഉണ്ടോ ആളുകൾ ഇറങ്ങി നിൽക്കുന്നു? അപ്പൊ ഈ കായലിന്റെ പരിസരം നന്ദു ഇവിടെ ചേർന്നാ
ഇവിടെ എങ്ങനെയാ അവിടെ തീരെ താഴ്ച കുറവാണെന്ന് തോന്നുന്നു. നമ്മൾ വരുന്നത് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ റൗണ്ട് അപ്പ് ട്രിപ്പാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ 4 കിലോമീറ്റർ നമ്മൾ റൗണ്ട് അപ്പ് ചെയ്തതിന് ശേഷം, അതായത് നമ്മൾ 2 കിലോമീറ്റർ റൗണ്ട് അപ്പ് ചെയ്തിട്ട് ഈ മാംഗ്രോവിന്റെ ഒരു സൈഡിൽ ഇറങ്ങുന്നുണ്ട് എല്ലാവരും. ഇതിലെ ഒരു ഷലോ പാർട്ടാണ്, ഇതെല്ലാം മനുഷ്യനിർമ്മിതമാണ്. അപ്പൊ ഈ ഒരു സ്ഥലത്തും ആഴം കുറവാണ് ഇവിടെ. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിന് അടിവശം ചൂടും മുകളിൽ തണുപ്പും, അതായത് ഉപ്പുവെള്ളം വരുന്ന സ്ഥലവും ഫ്രഷ് വാട്ടർ വരുന്ന സ്ഥലം. അപ്പൊ ഈ ഡെൻസിറ്റി കൂടിയ വെള്ളം എപ്പോഴും താഴെയായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു ഫീല് കിട്ടും അതിനകത്ത് ഇറങ്ങി. ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും ആ ഒരു ഇതുണ്ടാവും. അപ്പൊ അത് പ്രത്യേകതയുണ്ട്. പിന്നെ അത് ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് മാത്രമേ ഇവിടെ എല്ലാവരും ഇറക്കാറുള്ളൂ. പിന്നെ സേഫ്റ്റി ഫസ്റ്റ് ആണ്. പിന്നെ അവിടെ വരുന്ന അവർക്ക് റിലാക്സ് ആണ്. കുറച്ചു നേരം ഇങ്ങനെ വെള്ളത്തിൽ പോയി കിടക്കുക, വെള്ളത്തുമായിട്ട് ഒരു പരിചയപ്പെടുക എന്നുള്ളതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. അതുകൊണ്ട് അപ്പൊ ഈ അവരൊക്കെ കായലുകൾ നടന്നു പോയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ വെള്ളത്തിൽ ഇറങ്ങുന്നത് അവർ ജീവിതത്തിൽ അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള വലിയൊരു പുഴയിലൊക്കെ ഇറങ്ങുന്നതായിരിക്കും. ഒരു എന്ത് പറയാനാണ്, അവരുടെ നാട്ടും പുറത്തൊന്നും ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ വരുമ്പോ ആ ഒരു ഫീൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു വിജയം അതായിരിക്കും. അതെ അതെ, എക്സാക്ട്ലി. ഇതല്ലേ നടന്ന് മാക്സിമം എത്ര താഴ്ച അവിടെ ചോദിച്ചു നോക്കാം, ചൂടുണ്ടോ എന്നുള്ളത് ചോദിക്കാം. ചേട്ടാ എവിടുന്നാ വരുന്നത്? മലയാളി? എറണാകുളത്താണോ? ഒക്കെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളിയാന്ന് പറയുന്നത്. വെള്ളത്തിനടിയിൽ എങ്ങനെയാ, ചൂടുണ്ടോ? അത് അവിടെ അവര് ഇത് മുന്നോട്ട് പോയി എനിക്ക് തോന്നുന്നു പരമാവധി എത്ര ആഴമുണ്ട് അവിടെ? 5 അടി ആണ് പരമാവധി ഉള്ളത് അല്ലെ? ഓക്കെ, 5 അടിയാണ് പരമാവധി ഈ ഇറക്കുന്ന സ്ഥലത്തുള്ള ഒരു ആഴം. അപ്പോ യാതൊരു പ്രശ്നമില്ല, പേടിക്കേണ്ട സാഹചര്യമില്ല. ഈ വെള്ളം പരമാവധി കയറിയാലും അത്രയല്ലേ വരുള്ളൂ. നമുക്കിവിടെ ഷട്ടറുണ്ട്. അപ്പൊ നമുക്കിവിടെ ചീപ്പ് പാലമുണ്ട്. വെള്ളം കയറുന്ന സമയത്ത് അത് തുറന്നു വിടും. പിന്നെ വേലിയേറ്റം വലിയവർക്കും ഉണ്ടാവും. അപ്പൊ നമ്മൾ നോക്കിയിട്ട് കാലാവസ്ഥ നോക്കിയിട്ട് മഴയും മറ്റുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രമേ ഇവിടെ ഇറക്കത്തുള്ളൂ. അതിനുള്ള സമയ സാഹചര്യങ്ങളും ഉണ്ടാവും. സേഫ്റ്റി നോക്കിയിട്ട് നമ്മൾ ചെയ്യുള്ളൂ. ഓക്കെ. കയാക്കിൽ എനിക്ക് കേറണമെന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. നമുക്ക് വർത്താനൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് കേറാം, ഷോ കംപ്ലീറ്റ് ചെയ്തിട്ട്. അപ്പൊ ചെറുതായിട്ടൊരു പേടി, അങ്ങനെ അഭിനയിക്കാറില്ല. അപ്പം രജീഷ, ഇതൊരു ദേശാടന പക്ഷികളുടെ കേന്ദ്രം കൂടി കേട്ടോ. ഒരു കാര്യം കൂടി, ഇവൻ നന്ദു ഇതിന്റെ ഇവിടുത്തെ ഒരു എന്താ പറയാ ഇപ്പത്തെ ഒരു നിലവിലത്തെ ഒരു എൻസൈക്ലോപീഡിയ ആയിട്ടാണ് അതെല്ലാം പഠിച്ചു വെച്ചത്. കാരണം ടൂറിസ്റ്റുകളുടെ അടുത്തെല്ലാം പറഞ്ഞു കൊടുക്കുന്നുള്ളൂ അല്ലേ? നന്ദു ഇവിടുത്തെ ഗൈഡാണ്. അപ്പം നന്ദു ഇവിടുത്തെ ഒരു ദേശാടന പക്ഷികളുടെ ഒരു കേന്ദ്രമല്ലേ ഇത്? അതെ, തീർച്ചയായിട്ടും. ഇതിനൊരു സീസൺ ടൈമിൽ എഗിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് പക്ഷികൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് സീഗിൾസിനെ കാണാം, ബീ ഈറ്റേഴ്സിനെ കാണാം, അതേപോലെ തന്നെ പലതരം വെറൈറ്റി പക്ഷികൾ. അപ്പോൾ നമുക്ക് പേരറിയാൻ പറ്റാത്ത പക്ഷികൾ തന്നെ ഇവിടെ ഒരുപാട് വരുന്നുണ്ട്. അപ്പം അതിന്റെ ഒരു കാലാവസ്ഥ വ്യതിയാനത്തിലൊക്കെ പലതും ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നേരത്തെ വരുന്നതിന് 3 വർഷം മുന്നേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആളും അനക്കവും വളരെ കുറവായിരുന്നു. അന്നൊക്കെ ഒരുപാട് പക്ഷികൾ ഇവിടെ വരുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ കൂടുതൽ കൊണ്ടായിരിക്കാം, ചിലപ്പം അത് മീൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. അതിനൊരു പക്ഷികളുടെ എണ്ണം കുറഞ്ഞല്ലേ വരുന്നത്? ഈ പറഞ്ഞത് സീഡിംഗ് ടൈമാണ്. സീഡുകൾ അതേപോലെ തന്നെ വന്ന്. ഓക്കെ, ഇതുണ്ടോ? ഈ ഒരു ബ്രീഡിന്റെ പേര്. ഓക്കെ, ഈ കണ്ടലിന്റെ ഈ കണ്ടലിന്റെ പേരെന്താ പറഞ്ഞത്? റൈസ് ഓഫ് ഫോറ. ഇത് കണ്ടോ, ഈ ഇപ്പൊ സീഡിംഗ് ടൈമാണ്, അതായത് ഇപ്പോൾ കായ ഉണ്ടാവുന്ന സമയമാണ്. അപ്പൊ ഇത് വീണ്ടും വീണ്ടും തഴച്ചു വളരുന്ന ഒരു സാഹചര്യ സമയമാണ് അല്ലേ? ആ സീഡുമായിട്ട് വാ. അതായത് ഇപ്പൊ നന്ദു ഒരു കണ്ടലിന്റെ ഒരു സീഡായിട്ടാ വരുന്നത് അല്ലേ? പോരെ ഇങ്ങ് വാ കയാക്കെ. നമ്മൾ നശിപ്പിക്കാൻ പാടില്ല, നമ്മൾ എവിടെയും കൊണ്ട് നടണം. ഓക്കെ, ഇത് നോർമൽ ഇതാണോ കണ്ടലിന്റെ സീഡ്? ഒരു സീഡാണ്, ഒരു സിംഗിൾ സീഡാണ് ഇത് വരുന്നത്. ഇത് നമ്മൾ നോർമലി ഇത് ഓപ്പൺ ആയതിനു ശേഷം ഇത് ഓപ്പൺ ആയിട്ട് വെള്ളത്തിലോട്ട് ഡ്രോപ്പ് ആവുകയോ ചെയ്യുന്നു. അതായത് ഷെലോ പാർട്ട് ഈ ഒരു ബ്ലാക്ക് മട്ട് ആയിരിക്കണം. അപ്പൊ നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി ചേർന്നത് പിടിക്കത്തൊന്നുമില്ല. ഇതേപോലെ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ആഴം. ഓക്കെ, ഇതേപോലുള്ള മടലിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഈ ഒരു ബ്ലാക്ക് സാൻഡ് പോലുള്ള ഉപ്പ് കലർന്ന പ്രദേശങ്ങളിൽ മാത്രമേ ഈ കണ്ടലുകൾ പിടിക്കത്തുള്ളൂ. ഇതിന്റെ പേര് ഉപ്പ് കണ്ടലെന്നും കൂടെ പറയും. ഉപ്പ് കണ്ടലാണല്ലേ? ഇത് ഉപ്പ് കണ്ടലിന്റെ സീഡാണ്. ജസ്റ്റ് എവിടെയും സ്റ്റിക്ക് ആയി കഴിഞ്ഞാൽ ഇതിന്റെ റൂട്ടുകൾ വരെ പുതിയ വളർന്നോളും. ഓക്കെ, പല വെറൈറ്റി. ഇതിന്റെ മുകൾ ഭാഗം വെള്ളത്തിന് മുകളിൽ നിൽക്കണം, ആഴത്തിലേ പറ്റൂ. അതെ അതെ, ഇത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുകയും ചെയ്യും. ഓക്കെ, സ്റ്റെക്ക് ആവുന്ന ആ സമയത്ത് ഇത് പിടിക്കുകയും ചെയ്യും. ശരി, ഇവിടെ നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്. കളക്ട് ചെയ്യും, നടാറുണ്ടോ? അതെ അതെ, നമ്മുടെ അവിടെ ഈ വരമ്പുകളിലെല്ലാം നമ്മൾ കൊണ്ടുപോയി നടാറുണ്ടല്ലേ? ഈ സീഡുകൾ നമ്മൾ അവിടെ എല്ലാം കൊണ്ട് ഇവിടെ എല്ലാം നമ്മളിപ്പോ ഒരു 1000കണക്കിന് സീഡുകൾ നമ്മൾ വെച്ചിട്ടുണ്ട് ഈ പ്രദേശങ്ങളിൽ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ കണ്ടലുകൾ സംരക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. ഒപ്പം തന്നെ ഇതിന്റെ മനോഹാരിത ആസ്വദിക്കാൻ കഴിയുകയാണെങ്കിൽ അതും അതിൽ വലിയൊരു ഡബിൾ എഫക്റ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും ഈ കണ്ടൽ കാഴ്ചകൾ ഇനിയുണ്ട്. നമ്മളിനി
നേരത്തെ പറഞ്ഞ അപ്പൂപ്പന്റെ ആമവട്ടത്തപ്പൂപ്പന്റെ അടുത്തൊക്കെ പോകാനുണ്ട്. ഇനി ഇവിടുത്തെ മത്സ്യസമ്പത്തിനെ പറ്റിയൊക്കെ ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ് മോർണിംഗ് ബൈക്സ്. ആ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തുമ്പോൾ വീണ്ടും കണ്ടല്ലേ കാഴ്ചകളുമായി ഇവർ നമ്മോടൊപ്പം ഉണ്ടാകും. സുവർണ്ണ ചേട്ടൻ കുറേയധികം പാട്ട് കരുതി വെച്ചിട്ടുണ്ട്. വർണ്ണൻ ചേട്ടൻ കൂടെ പാടണമെന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് നമുക്ക് സെറ്റായി ഓളത്തിൽ അങ്ങ് വൈബടിച്ച് പോവാം. അപ്പോൾ ചെറിയൊരു ഇടവേള, മോർണിംഗ് ബൈക്സിൽ ഒരു ബ്രേക്ക്. Hey, good morning, guys. Where are you from? Bangalore. Sir, can you please come nearby? Bangalore. So how is it? You are enjoying? Yes. Okay. Bangalore എന്നുള്ള സംഘമാണ്. കൂട്ടിയിടിച്ചു. So, you are from Bangalore? No, Coimbatore. How is the place? it's very good, very nice, but very hot. വെരി ഹോട്ട്. ഓക്കെ ഓക്കെ. എന്നാലും ഇതുപോലെ ഒരുപാട് സഞ്ചാരികളുണ്ട്. രാവിലെ തന്നെ കയാക്കിംഗ് ഒക്കെ ആയിട്ട് ഞാൻ നന്ദു ആദ്യം പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു ഈ കണ്ടലിന്റെ സമ്പത്ത് അത് എന്താ പറയാ, അത് സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. എന്നാലും ഇവിടുത്തെ ആളുകൾ അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരം. ഈ ഇവിടുത്തെ ഒരു ദേശാടന പക്ഷികളുടെ കാര്യം പറഞ്ഞത് അത് സീസണിലാണോ? അതെ, ഓരോ സീസണിലാണ് ഇവർ വരാറുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു സീസൺ ബേർഡ്സിനെ കാണാനായിട്ടും സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. അത് അന്വേഷിച്ചൊക്കെ വരാറുണ്ട്. കൂടുതലും ഫോറിനേഴ്സ് ആണ് ഇവിടെ വരാറുള്ളത് ഈ ഒരു കണ്ടൽ കാണാനും ഒക്കെ. അപ്പൊ നമ്മളെ പ്രദേശത്തുള്ള ആൾക്കാരെക്കാളും കൂടുതൽ വിദേശികളാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത്. ഓക്കെ, വിദേശികളാണ് കൂടുതൽ. അതെ. ഓക്കെ. അപ്പൊ എന്നാലും നന്ദു എന്താ ചെയ്തത്? നന്ദു ഈ നോളജ് ഒക്കെ എവിടെ നിന്ന് വന്ന്? ഞാൻ മറൈൻ സൈഡിലായിരുന്നു വർക്ക് ചെയ്തത്. പിന്നെ ഞാൻ NIWCയിൽ പോയി ലൈസൻസ് എടുത്ത് ഗോവയിൽ ലൈസൻസ് എടുത്തതിന് ശേഷമാണ് ഫീൽഡിലോട്ട് വന്നത്. ഓക്കെ. അപ്പൊ മറ്റൊരു ഇങ്ങനെ കണ്ടലിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുകയാണ് കേട്ടോ. ഇവിടെ ഇത് ഒരു തരം കണ്ടലാണ്, പലതരം കണ്ടലുണ്ട്. ഈ കണ്ടലിന്റെ പേരെന്ത്? നമ്മളിവിടെ പന്നയെന്നാണ് ഇതിന് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ വസ്തുക്കളിലെല്ലാം വരമ്പുകൾ സംരക്ഷിക്കുന്ന ഇതാണ്. ഓക്കെ. നന്ദു, ഈ കണ്ടലിന്റെ പേരെന്ത്? കുറ്റിക്കണ്ടല്. ഓക്കെ. പലതരം കണ്ടലുണ്ടല്ലേ? ഒരുപാട് തരം കണ്ടൽ. ആ നിൽക്കുന്ന എല്ലാം പലതരം കണ്ടലുകളാണ്. ഓക്കെ. പ്രധാന കണ്ടൽ ഇതാണെങ്കിലും ഇതെല്ലാം കണ്ടലുകളാണ്. ഒരുപാട് വെറൈറ്റി കണ്ടൽസ് ഉണ്ട്. വെറൈറ്റി കണ്ടലുണ്ട് അല്ലേ? ഓക്കെ. ഓക്കെ. മീനുകളൊക്കെ എഗിയുന്നതാണ് ഇതിനുള്ളിലൊക്കെ. ഒരുപാട് സീസണൽ ടൈമിലൊക്കെ എഗിങ് നടക്കുന്നതിനുള്ളിലായിരിക്കും. അപ്പൊ മറ്റുള്ള വലിയ മീനുകളൊന്നും ഇതിനുള്ളിൽ കയറി അവരെ ആക്രമിക്കത്തില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോ ലക്ഷദ്വീപിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പവിഴപ്പുറ്റുകളില്ലേ, അതേപോലെയുള്ള ഇതാണ് നമുക്ക് ഈ കായല് ഉള്ള ഈ കണ്ടൽക്കാടുകൾ എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ മെയിൻ മീൻ ഏതൊക്കെ പ്രധാനപ്പെട്ട? ചെമ്പല്ലിയും കരിമീനൊക്കെയാണ് പ്രധാനമായിട്ട് ഇവിടെ ഉള്ളത്. അതെ. അത് ഇവിടെ നിന്ന് നമുക്ക് ഒരു സീസൺ ടൈമിലൊക്കെ വരുവാണെങ്കിൽ ഒരുപാട് കാണാൻ പറ്റും കുഞ്ഞുങ്ങളെയൊക്കെ. ആണല്ലേ? അതെ. കരിമീന്റെ ഒരു മെയിൻ ബ്രീഡിംഗ് സെന്റർ ആണ്. പരവൂർ കായലിലെ കരിമീൻ വളരെ രുചികരമാണ്, ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ എനിക്ക് കിട്ടുമോ? നമുക്ക് ശ്രമിക്കാം. ഓക്കെ. ഞാനേ ബാക്കിലേക്ക് ലലിച്ചേട്ടാ, ഈ നാട്ടിലെ ഇമാതിരി സ്ഥലം ഉണ്ടെന്നൊക്കെ അറിയായിരുന്നോ? എനിക്കറിയായിരുന്നു. എവിടെ അറിയായിരുന്നു? ആദ്യമായിട്ടാണ് ഞങ്ങളുടെ കൂടെ ആണ് ഈ കണ്ടൽക്കാടിലേക്ക് കയറുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനകത്തോട്ട് കയറുന്നെങ്കിൽ ഈ സ്ഥലം എങ്ങനെ ഉണ്ടെന്ന്. കാരണം അശ്വിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. അശ്വിനി അറിഞ്ഞത് കണ്ടൽക്കാടിനെ അറിയണ്ടേ? ചുമ്മാ അങ്ങ് തള്ളി മറിക്കാൻ ലല്ലു സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന പോലെയാണ് കണ്ടൽക്കാട്. ഇടേ ഒന്ന് നമ്മളിവിടെ ഇല്ലടേ, നമ്മളിവിടുന്ന് പോയിട്ട് തന്നെ കാലം കുറയായി. നമ്മൾ വല്ലപ്പോഴാണ് ഇവിടെ വരുന്നത്. വരുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങോട്ട് അധികം ഇങ്ങോട്ട് വരവില്ലെങ്കിലുള്ളൂ. പക്ഷെ ഞാൻ നിന്നോട് പറയില്ലേ ഇങ്ങനെ സ്ഥലമുണ്ട് നമുക്ക് പോകാൻ. അപ്പൊ നീ വിശ്വസിച്ചില്ലല്ലോ. ഇല്ല. ഇപ്പൊ ഓക്കെ അല്ലേ? പൊളി. കരിമീനല്ലോ ഉണ്ട തരുവ. ഈ കാഴ്ച അതിഗംഭീരമാണ്. അത് ഞാൻ ഗ്യാരണ്ടി തരാം. എൽഡോക്ക ഗ്യാരണ്ടി എന്ന് പറയുന്ന പോലെ 100% ഗ്യാരണ്ടിയാണ്. ഇവിടെ വന്നോ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അത് രാവിലെ ഏർലി മോർണിംഗോ ഈവനിങ് ആയിരിക്കും രസം തോന്നും. അപ്പം ഞാൻ വീണ്ടും സൂരജ് പാട്ട് ഗംഭീരായി. വർണ്ണൻ ചേട്ടൻ എന്തൊക്കെയോ ഉണ്ടെന്ന് പറയുന്നു. കവിത നല്ലോണം ചൊല്ലുന്നതാണ്. കവിത എഴുതുവോ? ഈ ഫയർഫോഴ്സ് കുറച്ചൊക്കെ നീങ്ങിയിരിക്കാമോ? ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ കവിത സാഹിത്യമുണ്ട്. കവിത ചൊല്ലാം. ഓക്കെ, ശരി. നമ്മുടെ കൊല്ലത്തിന്റെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി കുരിയപ്പുഴയുടെ ഏറ്റവും പുതിയ കവിത ഫാത്തിമത്തുരുത്ത് എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. അടിപൊളി. അപ്പൊ ആ കവിതയിലെ കുറച്ച് വരികൾ ചൊല്ലാം. ഈ കായലുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണത്. ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം, രാത്രി വഞ്ചിയിൽ നിലാവു കാണണം. ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം, രാത്രി വഞ്ചിയിൽ നിലാവു കാണണം.
പൂക്കളോടു പൂക്കളെ തിരക്കണം, രാക്കിളിക്ക് കൂട്ടുപാട്ടു പാടണം, കായലിൽ കിനാവു കണ്ടു പായുമാ പായൽ മാലയിട്ട കൊപ്ലി മീനിനെ, കായലിൽ കിനാവു കണ്ടു പായുമാ പായൽ മാലയിട്ട കൊപ്ലി മീനിനെ, പൂനിലാവല വിരിച്ചിണക്കുവാൻ പത്തിമത്തുരുത്തിലൊന്നു പോകണം, പത്തിമത്തുരുത്തിലൊന്നു പോകണം. ഈ ചെറിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊന്നും അല്ല കേട്ടോ, വലിയ കക്ഷിയാണ്. അപ്പോ നിങ്ങള് കലാകാരന്മാരുടെ ഒരു സ്ഥലം കൂടിയാണല്ലോ പരൂർ ജി ദേവരായ മാഷിന്റെ നാടല്ലേ. ദേവരായ മാഷിന്റെ നാട്ടിൽ ജനിക്കുന്നവരെല്ലാവരും കലാകാരന്മാരായിരിക്കും. അത് പലപ്പോഴേ പറവൂർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ സംശയമുണ്ട് എനിക്ക്. അല്ല, എനിക്കൊന്നു ദേവരായ മാഷിനെ എങ്ങനെ പരവൂർന്ന് തന്നെയാണ്, ഞങ്ങളെ നാട് തന്നെയാണ് എന്ന് അടയാളപ്പെടുത്തി പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഏറ്റവും പ്രസിദ്ധമാക്കിയ ആദ്യ ഒരു വ്യക്തി അല്ലേ? ആദ്യ വ്യക്തി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് കേശവനാശനുണ്ട്, നീണ്ട നിരയുണ്ട്. പരവൂരിന്റെ ഒരു ചരിത്രം. ലല്ലു പിന്നെ മിക്ക ലല്ലുണ്ടോ എന്റെ അത്? അല്ല, ഒരു പിന്നെ ഘട്ടത്തിൽ, അതായത് ഈ പുതിയ കാലഘട്ടത്തിൽ ലല്ലുവും അറിയപ്പെടുന്ന പരവൂരിന്റെ ഒരു നായകൻ എന്ന രൂപത്തിൽ തന്നെയാണ് ലല്ലുവിനെ അറിയപ്പെടുന്നത്. ഞങ്ങൾക്കെല്ലാം അഭിമാനമാണ് ലല്ലുവിനെ. ലല്ലുവിന്റെ ജ്യേഷ്ഠൻ എന്റെ കൂടെ പഠിച്ചതാണ്. ലല്ലു നമ്മൾ അനിയനാണ്. എന്നാൽ പോലും ലല്ലു എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ പരവൂരിന്ന് പിന്നെ കേരളം ആകെ വ്യാപിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ പരവൂരിന്റെ ഒരു നേട്ടം തന്നെയാണ് തീർച്ചയായിട്ടും. ലലിച്ചേട്ടാ, ഇതിൽ കൂടുതൽ നാട്ടുകാരിൽ കിട്ടുന്ന റിവാർഡ്, ഇതിൽ അംഗീകാരം വേറെ വേണം. ഇതെന്ന് പറയുന്നത് നമ്മള് ഒരുമിച്ച് കളിച്ചു വളർന്ന ഒരുമിച്ച് കൊണ്ടായിരുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. പറഞ്ഞു പറയിപ്പിച്ച പിന്നെ രാവിലെ സുവർണ്ണ 4 മണിയായപ്പോ ഞാൻ വിളിച്ചുണർത്തിയത് പറഞ്ഞത് ഇങ്ങനെ സാധനമുണ്ട്, അത് അടിച്ചേക്കണം പറഞ്ഞായിരുന്നു. ചുമ്മാ പറഞ്ഞിട്ടോ. അപ്പൊ എന്തായാലും സൂർജേട്ടാ, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അശ്വിനെ ആമോട്ട് തപ്പൂപ്പിനെ കാണാൻ പോവാണ് അല്ലേ? ഓക്കെ. എത്ര ദൂരം ഉണ്ട് ഇവിടുന്ന്? കുറച്ച് ദൂരമുള്ളൂ. ആ, ഓപ്പോസിറ്റ് സൈഡ് കറങ്ങി നമ്മൾ അവിടെ കാവിന്റെ അവിടെ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് പോകണമെങ്കിൽ ഒരു പാട്ടുകൂടെ ആയാലോ? തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ കുറിച്ചുള്ള ഒരു പാട്ട് തന്നെ പാടാം. പരവൂരിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത കമ്പമാണ്. കമ്പം, കുറ്റിങ്ങൽ ക്ഷേത്രം, വെടിക്കെട്ട്. ഞങ്ങൾ കമ്പം എന്നാണ് വെടിക്കെട്ട്. കുറ്റിങ്ങൽ ദുരന്തമൊക്കെ അറിയാവുന്നതാണ്. കുറ്റിങ്ങളിലൂടെ വളരെ അടുത്താട്ടോ. തൊട്ടടുത്ത. അപ്പോൾ ഉത്സവം വരാൻ പോവല്ലേ? അതെ. മീനഭരണി ഉത്സവം പിന്നെ 10 ദിവസം ഏപ്രിൽ. അപ്പോൾ ഈ കമ്പവുമായി ബന്ധപ്പെട്ട് പിന്നെ പരവൂര് നിലനിന്നിരുന്നൊരു നാടൻ പാട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടെ പാടാം. വർണ്ണയൊക്കെ റെഡി. താനിന്നേ തന്നാനേ താനേ താനിന്നേ തന്നാനേ താനിന്നേ തന്നാനേ താനേ താനിന്നേ തന്നാനേ താനിന്നേ തന്നാനേ തന്നാനേ തന്നാനേ. ആ പാരിൽ പറന്ന പരവൂർ പൊഴിക്കര ഗോവിന്ദനാശാന്റെ കമ്പമിന്ന് മത്സര കമ്പമെന്നുള്ളൊരു വാർത്തയും തൽക്ഷണം നാട്ടിലെല്ലാം അറിഞ്ഞേ. തന്നാനേ 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 തന്നാനേ. ആ പാരിൽ പറന്ന പരവൂർ പൊഴിക്കര ഗോവിന്ദനാശാന്റെ കമ്പമിന്ന് മത്സര കമ്പമെന്നുള്ളൊരു വാർത്തയും തൽക്ഷണം നാട്ടിലെല്ലാം അറിഞ്ഞേ. തന്നാനേ തന്നാനേ തന്നാനേ. ആ കമ്പത്തിന്റെ കഥ ചിന്തിച്ചുകൊണ്ടു ഞാൻ ഇമ്പമോടെ കൂടാം ഏന്തിക്കൊണ്ട് വെമ്പോടൊരിത്തിരി മുന്നോട്ട് പോയപ്പം കാലു തട്ടി കൂടം താഴെ വീണേ. തന്നാനേ തന്നാനേ തന്നാനേ. നോക്കടി തങ്കമ്മേ കാണടി തങ്കമ്മേ 3 വീരലിന്റെ പുച്ചങ്ങളും പൊട്ടിപ്പത്തു പഴുക്കുന്ന കണ്ടടി പെണ്ണുമേ പെണ്ണുമോളെ. തന്നാനേ തന്നാനേ തന്നാനേ. ആ പാരിൽ പറന്ന പരവൂർ പൊഴിക്കര ഗോവിന്ദനാശാന്റെ കമ്പമിന്ന് മത്സര കമ്പം എന്നുള്ളൊരു വാർത്തയും തൽക്ഷണം നാട്ടിലെല്ലാം അറിഞ്ഞേ. തന്നാനേ 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 വെള്ളപ്പ നാട്ടിൽ വെളുത്തടത്തു വീട്ടിൽ വെള്ളരി പെറ്റതു വെള്ളക്കിളി കരിയവൾ വീരക്കാരിയവൾ തേടിക്കണ്ടു 2 ചീരവിത്ത്. പറിച്ചപ്പോൾ പാവയ്ക്ക അരിഞ്ഞപ്പോൾ കോവയ്ക്ക ചട്ടിയിലിട്ടപ്പോൾ കൊത്തഞ്ചക്ക തിന്നാ ഞാൻ അവിടെ ചെന്നപ്പം കണ്ടതു നീല വഴുതനങ്ങ.
തന്നാനേ രാമക്കഞ്ഞി കുടിച്ചങ്ങാമോദം പൂട്ടപ്പം വായിൽ തടഞ്ഞൊരു കട്ടുറുമ്പ് തട്ടിക്കൊട്ടയിൽ ഇട്ടപ്പം കൊല്ലത്തോരച്ചിക്ക് മീശ വന്നേ താനിന താനിന തന്നാനേ താനിന താനിന തന്നാനേ താനിന താനിന തന്നാനേ താനിന താനിന തന്നാനേ വാതിൽ പറന്ന വരവൂർ പൊഴിക്കര ഗോവിന്ദനാശന്റെ കമ്പമെന്ന് മത്സര കമ്പമെന്നുള്ളൊരു വാർത്തയും തൽക്ഷണം നാട്ടിലെല്ലാം അറിഞ്ഞേ താനിന താനിന തന്നാനേ താനിന താനിന തന്നാനേ താനിന താനിന തന്നാനേ താനിന താനിന തന്നാനേ അത് കഴിഞ്ഞിരിക്കല്ലോ. സുവർണൻ ചേട്ടൻ കിടുവാട്ടോ. വർണ്ണ ചേട്ടന്റെ അപാര കോറസും. ഈ സുവർണനും വർണ്ണനും വളരെ ചേർച്ചയുണ്ടല്ലോ. എനിക്ക് സുഹൃത്തുക്കളാണോ അതോ മാറി ഇട്ടിച്ചെടുക്കോ? വർണ്ണയെ ഏറ്റവും ജൂനിയർ. പിന്നെ ഞാൻ വർണ്ണയെ പിന്നെ ഒരു നാടകവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത്. നാടകം പഠിപ്പിക്കാൻ പോകുമ്പോൾ വർണ്ണയാണ് ആ നാടകത്തിൽ അഭിനയിക്കാനുണ്ടായിരുന്ന കക്ഷിയാണ് വർണ്ണി. അന്ന് ഇവിടെ അങ്ങനെ പ്രശസ്ത സമിതി ഉണ്ടോ? അല്ല, അങ്ങനെയല്ല. ഈ നാടകത്തിന് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്ന ആളാണ് സ്കൂളുകളിലും. 30 വർഷമായിട്ട് കുട്ടികളുടെ മേലെ നിൽക്കുന്ന ആളാണ്. അപ്പോഴും പിന്നെ വർണ്ണയെ അങ്ങനെ കിട്ടിയതാ. ജില്ലാ ഭാരവാഹിയ ശിശുക്ഷേമ സമിതി ജില്ലാ ഭാരവാഹികൾ ജോയിന്റ് സെക്രട്ടറിയാണ്. ഓക്കെ. അപ്പൊ എത്ര വർഷം നാടകമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഞാൻ പിന്നെ സ്കൂൾ കാലം തൊട്ട് നാടകവുമായി നിൽക്കുന്ന ആളാണ്. ഓക്കെ. ഇപ്പോഴും ആ നാടക പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് വർണ്ണചേട്ടനെ പരിചയപ്പെടുന്നത്. വർണ്ണയെ കിട്ടുന്ന അങ്ങനെയാണ് നമ്മളെ അന്നോട്ട് ഇന്നുവരെ പരിചയപ്പെടുന്നത്. എനിക്കൊന്നൊരു 4ാം ക്ലാസ് 4ാം ക്ലാസ് സമയത്ത് തെരുവ് നാടകം ചെയ്യാൻ പോകുമ്പോ അന്ന് കിട്ടിയതാണ് വർണ്ണി. അന്നോട്ട് ഇന്നുവരെ വർണ്ണി കൂടെ ഉണ്ട്, വിട്ടിട്ടില്ല. അപ്പൊ ഒരു നിമിഷം ഞാനൊന്ന് വന്നോട്ടെ. ബൈക്ക് പറഞ്ഞോ. അതായത് ഇതിൽ നിന്നും വലിയ വെള്ളത്തിനകത്ത് മണൽ വാരിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അതായത് ഈ ഒരു 2 ലോഡ് മണലൊക്കെ കൊണ്ടത് വലിയ വെള്ളമുണ്ട്. അത്തരം വെള്ളത്തിനകത്ത് മണൽ വാരിക്കൊണ്ടിരുന്ന ഒരു കായലാണ് ഇപ്പൊ മണൽ വാരക്കൊക്കെ നിർത്തിയിട്ട് വർഷങ്ങളായി. അതിനുശേഷമാണ് ഇവിടെ സത്യം പറഞ്ഞാൽ ആ സമയത്തൊന്നും ഇവിടെ ഇങ്ങനൊരു ഈ ടൂറിസം ഉണ്ടാകുമെന്നോ ഇങ്ങനെ ഒരു സാധ്യത ഇവിടെ ഉണ്ടാകുന്നൊന്നും ഒരു പിടുത്തമല്ലാത്ത സ്ഥലമാണ്. സത്യം പറഞ്ഞാൽ അതെ, പേടിയാണ്. കുറുക്കം പോലും വരാത്ത സ്ഥലമായിരുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പ്രദേശത്ത് ഈ കാണുന്നൊക്കെ ഇതൊക്കെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളാണോ? സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളാണ് അല്ലേ? കൃഷി ചെയ്തോണ്ടിരുന്ന സ്ഥലമാണ്. ഓക്കെ. കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് ഈ ഇടതുവശത്ത്. ഓക്കെ. അപ്പൊ അതായത് നേരത്തെ ലീസിനെടുത്ത് കൃഷി ചെയ്തിരുന്നത് തെങ്ങും തോട്ടമാണെന്ന് അറിയാം. തെങ്ങും മണകളാണ്. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ സംരക്ഷിക്കുക, അതിന്റെ ഈ അതിർത്തി സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ കണ്ടലുകൾ ആദ്യം നടന്നതിന്റെ ലക്ഷ്യം. പക്ഷെ എന്നാൽ അതിപ്പോ ഒരു അസാധ്യ ഭംഗിയായി മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ വളരെ മനോഹരമായിട്ടുള്ളൊരു ടൂറിസം സ്പോട്ടായിട്ട് ഇത് ഇനിയും വളരെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പെട്ടെന്ന് അത് അത്തരത്തിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ഓക്കെ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ഇതിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വർക്കലയാണ്. വർക്കല ബീച്ച് സൈഡ് മാത്രമാണ്. ബീച്ചും പിന്നെ അവിടെ മറ്റു ആക്ടിവിറ്റികളും അങ്ങനെ കാര്യമായി ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ വർക്കലയിൽ വരുന്ന ടൂറിസ്റ്റുകളിൽ, പ്രത്യേകിച്ച് ഈ ആഭ്യന്തര ടൂറിസ്റ്റുകളിൽ എനിക്ക് തോന്നുന്നു ഒരു 90% പേരും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് തള്ളുന്നുണ്ട്. നമ്മൾ ഇന്നലെ നമ്മൾ കണ്ടില്ല വെറ്റക്കട അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ സർഫിങ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ കയാക്കടക്കമുള്ള ഇന്നലെ വന്ന നന്ദു തന്നെ പറഞ്ഞല്ലോ, ഒരു അവധി ദിവസങ്ങളിൽ 500 കയാക്ക് കാണും ഈ കായലിൽ. അതായത് 500 കയാക്കിങ് 500 പേരൊക്കെ ഉണ്ടാവുന്ന പറയട്ടെ. നന്ദു ഒരു മിനിറ്റ്. നന്ദു ആണ് എന്റെ നന്ദു സൺഗ്ലാസ് ഒക്കെ വെച്ച് വെയിലില്ലാത്തോട്ട് ഇവിടെ പോകുന്നുണ്ട്. എന്താണ് ആ ഉദ്ദേശം ചോദിക്കട്ടെ നന്ദു? ഈ 500 പേരൊക്കെ അറ്റ് എ ടൈം ഇതുപോലുള്ള ചില തലയൊക്കെ സൂക്ഷിച്ചു പോകണം. അതുകൊണ്ട് ഈ 500 പേരൊക്കെ സർഫിങ്ങിന് വരും, സോറി കയാക്കിന് വരും. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ് ഇപ്പോഴും പറഞ്ഞ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മാംഗ്ലൂരിനെ കണ്ടിട്ട്. അതായത് വർക്കലയിൽ ഇപ്പം ഒരു ബെസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് ആണ് ഇപ്പൊ ഈ ഒരു മാംഗ്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മുടെ വർക്കലയിൽ വരുന്ന ടൂറിസ്റ്റുകൾ കൂടുതലും ഇവിടോട്ട് വരാറുണ്ട്. ഒരു 95% ആൾക്കാരും ഇവിടെ വന്നിട്ടേ അവർ പോകത്തുള്ളൂ. അത്രത്തോളം ഈ മൺട്രോത്തുരുത്ത് പോലെ തന്നെ ഇതിപ്പോ ഫേമസ് ആയിക്കോട്ടെ. ഈ 3 വർഷം കൊണ്ടാണ് ഇത്രയ്ക്കും ആൾക്കാർ ഇവിടെ വന്നു തുടങ്ങിയത്. ഓക്കെ. എനിക്ക് തോന്നുന്നു അതായത് വർക്കല വന്നു കഴിഞ്ഞാൽ വർക്കല ഇവിടെ പിടിക്കാം. പിന്നെ ഒപ്പം തന്നെ കാപ്പിൽ ബീച്ച്, വെറ്റക്കടവ്. നമുക്ക് പ്രധാനപ്പെട്ട ബീച്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ ക്ലിഫ് സൈഡ് ഉണ്ട്, പിന്നെ അതേ കണക്ക് തന്നെ ബ്ലാക്ക് സാൻഡ് ബീച്ച്. അങ്ങനെ ബീച്ച് സൈഡുകളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാവേരി എലിഫന്റ് പാർക്ക്, അതിന് തൊട്ടടുത്ത് ഇന്നലെ മോർണിംഗ് ഷോ കാവേരി എലിഫന്റ് പാർക്കിൽ നിന്നായിരുന്നു. അതെ, ഓക്കെ. അതിന് തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമാണ് ഈ മാംഗ്രോവ് ഫോറസ്റ്റ്. അപ്പൊ ഈ വർക്കല വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ജഡായു, പിന്നെ അതേപോലെ അഞ്ചുതെങ് പോർട്ട്, ലൈറ്റ് ഹൗസ്, തങ്കശ്ശേരി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഒരു 2 ദിവസം കൊണ്ട് തന്നെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെ ആൾക്കാർ വന്ന് ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ട്. അതെ, ഡൊമസ്റ്റിക് ഗസ്റ്റ് ഇപ്പം
ഈ ഇടയ്ക്കായിട്ട് കൂടുതലായിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ സ്റ്റേക്കുള്ള സൗകര്യങ്ങൾ കുറവാണോ? ഇവിടെ നമുക്ക് ഇവിടെ തുടങ്ങിയിട്ടില്ല. ഇപ്പൊ അടുത്ത എനിക്ക് തോന്നുന്നു അടുത്ത സീസണോട് കൂടി അതൊക്കെ ഏതായാലും ആക്റ്റീവായി തുടങ്ങും. അതെ, ഓക്കെ. ഇനി ഒരുപാട് ഈ ചെമ്മീൻ കെട്ടുകളൊക്കെ ഉണ്ട് തോന്നുന്നല്ലേ ഇവിടെ? തീർച്ചയായിട്ടും ഇവിടെ ഒരുപാടുണ്ട്. നമുക്കും ഉണ്ട്, നമ്മുടെ കമ്പനിക്കും ചെമ്മീൻ കെട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇതെല്ലാം കാണാം. എന്റെ അടുത്ത് വേറെ വലിയ കൃഷിക്കാരനുണ്ട്, ഭയങ്കര ഭവ്യതയുള്ള അവിടെ ഒരു സ്പീഡ് ബോട്ട് വരുന്നുണ്ടല്ലോ. ചേട്ടാ പയ്യ പറഞ്ഞേ, ഇടിച്ചിട്ടല്ലേ ഞങ്ങളെ. ഓക്കെ, അങ്ങനെയുണ്ട് ചെമ്മീൻ കൃഷി. സ്പീഡ് ബോട്ടുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഈ സ്പീഡ് ബോട്ട് വരുമ്പോ ഈ കണ്ടലിന്റെ ഒരു ബോട്ട് വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ കണ്ടലുകൾ ഈ മറിയുന്നതിന്റെ പ്രധാന കാരണം സ്പീഡ് ബോട്ടാണ്. അപ്പൊ ചെമ്മീൻ കൃഷി ചെമ്മീൻ കൃഷി നമ്മളിപ്പോ ഒരു 10 വർഷമായിട്ട് ചെമ്മീൻ കൃഷിയുണ്ട്. മാതൃകാപരമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പൊ അതില് നമ്മള് സീറോ വാട്ടർ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു കൃഷി രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. വെള്ളം വെളിയിൽ നിന്ന് കയറ്റാതെ അത് കണക്ക് തന്നെ വെള്ളം കയറ്റിയിറക്ക് കൃഷി പരമ്പരാഗത പണ്ടത്തെ ട്രഡീഷണൽ രീതി അല്ലാതെ നൂതന ടെക്നോളജീസ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് കൂടുതൽ ഉൽപാദനം, അതാണ് നമ്മളിപ്പോൾ ചെയ്തു വരുന്നത്. നമ്മുടെ കീഴിൽ കണ്ണൂരിലും എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ ഒരുപാട് കർഷകർ നമ്മുടെ കീഴിൽ നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ടോടുകൂടി കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ കൃഷിയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള. അപ്പൊ നിങ്ങൾ വലിയൊരു സമിതിയാണോ? നമ്മൾ വലിയ സമിതിയല്ല, നമ്മളെ സഹായം ചോദിക്കുന്നവർക്ക് നമ്മൾ കൃത്യമായി അത് ചെയ്തു കൊടുക്കുന്നു. ടെക്നിക്കൽ ഈ ചെമ്മീൻ കൃഷി എന്ന് പറയുന്നത് നമ്മൾ ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെയാണോ നമ്മൾ പരിചരിക്കുന്നത് അതിൽ നിന്നും കെയർ കൊടുത്താണ് നമ്മൾ ഇതിനെ പരിചരിച്ചു കൊണ്ടുവരണം. അപ്പൊ ഇങ്ങനെ വരുന്നൊരു സമയത്ത് ഇതിന് ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും. ഇത് മനുഷ്യരുടെ കണക്ക് തന്നെയാണ്. മനുഷ്യര് എങ്ങനെയാണോ അതേ കണക്ക് തന്നെയാണ് ചെമ്മീൻ. അപ്പൊ നമ്മളിതിനെ പരിചരിക്കേണ്ട രീതി വളരെ വലുതാണ്. അപ്പൊ അത് ഈ ടെക്നിക്കൽ സപ്പോർട്ട് ഇത് കൃത്യസമയത്ത് എന്തൊക്കെ നമ്മൾ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അതിന് എന്താണ് നന്ദു പറയുന്നത്? വെള്ളത്തെ കണ്ടലാണ്. നിങ്ങൾ നട്ടത് കണ്ടലാണോ? ബോട്ട് പോയതിന്റെ ഓളത്തിൽ അതെല്ലാം നശിക്കുന്നുണ്ടോ? അതെല്ലാം ഇങ്ങനെ ആ മണ്ണ് ഒലിച്ച് പോകുന്നതാണ്. വെള്ളം കലങ്ങിയുണ്ട് ഇപ്പൊ. അത്ര സ്പീഡിലാണ് സ്പീഡ് ബോട്ട് പോകുമ്പോൾ ഈ കണ്ടലിന്റെ തൈകളൊക്കെ ഇളകുന്ന ഒരു കാഴ്ചയെ പറ്റിയാണ് നന്ദു പറഞ്ഞത്. എന്നാലും നമ്മളിപ്പോ ഇങ്ങോട്ട് പോകുന്നത് നമ്മുടെ ഫാം അവിടെയാണ്. നമ്മളിവിടുന്ന് ആമോട്ട ക്ഷേത്രവും കൂടെ കണ്ട് നമ്മൾ നേരെ ഫാമിലേക്ക് പോവാണ്. ആമോട്ടത്തപ്പൂപ്പിനെ പറ്റിയാണ് ആദ്യം പറഞ്ഞത് അല്ലേ? അതെ, നമ്മള് ഈ കായലിന്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു കാവാണ്. അവിടെ ഇപ്പം മുമ്പൊരു കാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ റീസെന്റ് ആയിട്ടാണ് അതിന്റെ അകത്ത് നമ്മൾ ഇപ്പൊ അമ്പലമൊക്കെ വന്നിട്ടുള്ളത്. പുള്ളി അതിന്റെ നമ്മുടെ മെമ്പറാണ്, അതിന്റെ സെക്രട്ടറി അല്ലേ? ആണോ? ട്രഷറാണ്. ഖജാൻജി. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് അവിടെ? ഈ ഞാൻ കണ്ടിട്ടില്ല, കാണാൻ പോകുന്ന കാഴ്ച കൊണ്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ചോദിക്കുന്നതാണ്. ഒരുപാട് എല്ലാ ദിവസവും പൂജയൊക്കെ നടക്കുക അങ്ങനെയാണോ? അമ്പലം ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ തുറക്കാറുള്ളൂ. അപ്പൂപ്പൻ കാവില് എന്നും രാവിലെയും വൈകുന്നേരവും വിളക്ക് എത്തിപ്പുണ്ട്. രാവിലെ വൈകിട്ട്. അപ്പൊ ആളുകൾ വരുന്നുണ്ടോ? ആൾക്കാർ വരും. അപ്പൊ നല്ല നാട്ടിലുള്ളവർക്കെല്ലാം ഭയങ്കര വിശ്വാസമുള്ളൊരു കാവ് കൂടിയാണ്. ഇപ്പൊ കഴിഞ്ഞ ഫെബ്രുവരി 21-നായിരുന്നു അടുത്ത ഉത്സവം. കഴിഞ്ഞ ഫെബ്രുവരി 21-നായിരുന്നു ഉത്സവം. ചേട്ടാ, ഈ അപ്പൂപ്പന്റെ കഥ ഒന്ന് കൂടി അതാണ് ഞാൻ ആദ്യമേ നമ്മൾ പാടിയ പാട്ടതാണ്. അപ്പൂപ്പൻ എന്ന് പറയുന്ന ഒരു വിശ്വാസം. അമോട്ടത്തപ്പൂപ്പൻ എന്ന് പറയുന്നത് പിന്നെ ഈ കായലിലെ പണിക്ക് പോകുന്ന അവരുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവം എന്ന രൂപത്തിലാണ്. അത് സാധാരണ ദൈവങ്ങളെ പോലെ എന്ന രൂപത്തിലൊന്നുമല്ല. അതൊരു ആത്മവിശ്വാസമാണ്. നമുക്കൊരു പ്രത്യേകിച്ച് കായലിന്റെ പണിക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകട സാധ്യത, അതിനകത്തൊക്കെ അങ്ങനെ ഉണ്ടായില്ല എന്നുള്ള ഒരു ധാരണയോട് കൂടി ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസമാണ് അമ്മോട്ടത്തപ്പൂപ്പൻ. അമ്മോട്ടത്തക്കാവില് ഉത്സവമൊന്നുമില്ല, പൂജയൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ ഒരു അമ്പലം അല്ലായിരുന്നു. ഈ അടുത്ത കാലത്ത് ആദ്യമായിട്ട് ഉത്സവം നടത്തുന്ന എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇതുപോലെ വള്ളം കായലിൽ ഇങ്ങനെ നിരത്തി കെട്ടി ഇട്ടതിന്റെ മേളില് പലകയിട്ട് പിന്നെ നടപ്പാത ഉണ്ടാക്കിയിട്ടാണ് ആദ്യമായിട്ട് അവിടെ ഉത്സവം നടത്തുന്നത്. അന്ന് അങ്ങനെ ഉണ്ണിക്കൊക്കെ ഒരുപാട് പേര് വന്നിരുന്നോ? 98. അപ്പൊ അതൊരു വല്ലാത്തൊരു പിന്നെ അനുഭവമാണ്. ഈ കായലിന്റെ നടുക്ക് ഇത്രയും 22 വള്ളങ്ങൾ ചേർത്ത് കെട്ടി പാലുണ്ടാക്കി അതിനകത്ത് പലകയിട്ട് പാലം ഉണ്ടാക്കിയിട്ട് ഉത്സവം നടത്തുന്നത്. പിന്നെ കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം തൊട്ട് റെഡി ശേഷമാണ് താൽക്കാലികമായിട്ടൊരു പാലുണ്ടാക്കി പക്ഷെ നമ്മളെ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രമില്ലേ, അതേ കണക്കൊക്കെ വളരെ ഫേമസ് ആവേണ്ട ഒരു കാവാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ നെടുങ്ങോലം എന്ന് പറഞ്ഞ സംഭവം തന്നെ ഇനിയും ഫേമസ് ആവാനുണ്ട്. ഇരിക്കുന്നേ ഉള്ളൂ, ഫേമസ് ആവാൻ ഇരിക്കുന്നേ ഉള്ളൂ. ഫോറിനേഴ്സ് എങ്ങനെ തേടി പിടിച്ചു വരുന്നത്? ഫോറിനേഴ്സ് നമുക്ക് ഈ വർക്കല റിസോർട്ടുകളിൽ നിന്നും അതേ കണക്ക് തന്നെ ഫോറിനേഴ്സ് നമ്മളിത് പണ്ടൊക്കെ ഇതിലൊക്കെ ഇട്ടിട്ടുള്ളതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവര് പോയിട്ട് പലരിടത്തും പറഞ്ഞിട്ട് അറിഞ്ഞു വരുന്നവരുണ്ട്. പണ്ട് ഈ വള്ളങ്ങൾ നമ്മുടെ ഈ വള്ളം മാത്രമേ മുമ്പ് ഉണ്ടായിരുന്നുള്ളൂ.
അപ്പം അന്ന് ഫോറിനേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ത്യൻ ഗസ്റ്റുകൾ ആരും ഈ തൊട്ട് മേളിലുള്ളവർക്ക് പോലും ഇതിനെ കുറിച്ച് അറിയില്ല. നമ്മളെ ഒരു 6 വർഷം ഇതിനു വേണ്ടി അങ്ങ് നടന്നു. അപ്പൊ അപ്പോഴാണ് പഞ്ചായത്ത് സുവർണ്ണ അറിയാം, പഞ്ചായത്ത് ദീപണ്ണൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് പഞ്ചായത്തിൽ ഈ സ്ഥലം ഉൾപ്പെടുത്തുന്നത്. എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ. ഇവിടെയൊക്കെ കണ്ടൽ നശിച്ചതാണോ അതോ വരുന്നേ ഉള്ളൂ? ഇതൊക്കെ ഇങ്ങനെ വരുന്നത് ഈ കൊച്ചു കൊച്ചു ഈ തുരുത്തായിട്ടാ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കണ്ടൽ വരുന്നത്. നേരത്തെ പറഞ്ഞില്ലേ വിവിധതരം കണ്ടലുകളാണ്, അതിനകത്ത് ഒരു വെറൈറ്റിയാണ് ഈ സാധനങ്ങൾ, അങ്ങനെ വരുന്നതാണ്. ഇതൊരു പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ആദ്യം ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനം വരുന്ന അക്വാസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം കുറച്ചപ്പുറത്തായിട്ട്, അത് ഇപ്പം ഒരു നിർത്തി. അതിനുശേഷമാണ് അപ്പോഴും പണ്ട് ഈ പിന്നെ മുകളിലുള്ളവർക്ക് പോലും ഇങ്ങോട്ട് വരത്തില്ല എന്ന് പറയാൻ നേരത്തെ ലല്ലു സൂചിപ്പിച്ചതുപോലെ പേടിയായിരുന്നു സത്യത്തിൽ വരാൻ. ഒരു മണൽ വാരലും അതും അല്ലെങ്കിൽ അങ്ങനെ ഒരു അതിനെയാണ് ഇങ്ങനൊരു സ്പേസിലേക്ക് ഇങ്ങനൊരു പിന്നെ വിഷ്വലിലേക്ക് പിന്നെ എത്തിച്ചത്. കൊച്ചു കൊച്ചു വീഡിയോ ഒക്കെ നവമാധ്യമങ്ങളിൽ വന്നു തന്നെയാണ് ഇപ്പം പോപ്പുലാരിറ്റി ആ തരത്തിലേക്ക് മാറിയിട്ടുള്ളത്. എനിക്ക് സോഷ്യൽ മീഡിയ ഇമ്പോർട്ടന്റ് ആയിരുന്നു സോഷ്യൽ മീഡിയ ആണ്. ഈ പയ്യന്മാർ ഒരുപാട് വന്ന് റീൽസ് ഒക്കെ എടുക്കുന്നുണ്ട് അല്ലേ? അതെ, പയ്യന്മാര് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ശരി ശരി ശരി. അപ്പൊ നമ്മളെന്തായാലും നമ്മൾ അപ്പൂപ്പനെ കാണാൻ വേണ്ടി പോവുകയാണ്. കാവിലേക്ക് ആണുള്ള പോക്ക്, നമ്മുടെ യാത്ര എങ്ങോട്ടാണ് എന്നുള്ള ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു. അപ്പോ അവിടെ അവര് നമ്മോടൊപ്പം ചേരുന്ന ഇവര് നമ്മുടെ സംഘങ്ങളാട്ടോ. നന്ദു, നന്ദു, ബാബു, മനോജ് ഇവരൊക്കെ നമ്മുടെ ബാബു നമ്മുടെ മാനേജറാണ്. പാമ്പിന്റെ കൃഷിയുടെ കാര്യങ്ങളൊക്കെ പുള്ളിയാണ് നോക്കുന്നത്. നന്ദു ടൂറിസത്തിന്റെ കാര്യമെല്ലാം നന്ദുവാണ് നോക്കുന്നത്. മറ്റത് ട്രെയിനറാണ് നമ്മുടെ മനോജ് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഇവരൊക്കെ നമ്മളൊപ്പം തുടരും. നമ്മൾ ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. മോർണിംഗ് വൈബ്സ് ഈ നെടുങ്കോലത്തെ കണ്ടൽ കാഴ്ചകളിലൂടെ കടന്ന് വളരെ ശാന്തമായിട്ടുള്ള ഒരു ഭംഗിയാർന്ന ഒരു സ്ഥലമാണ്. നമുക്ക് കാണാം അവിടെ ദേശാടന പക്ഷികളൊക്കെ ഉണ്ട്. അവിടെ പക്ഷികളെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ നന്ദു? അത് കോംബ്രെയിൻ, വവ്വാല അതല്ല, അതെ ഈ അതിന്റെ മലയാളത്തിൽ എന്താ പറയാ? നീർക്കാക്ക. നീർക്കാക്കയായിരുന്നോ? നീർക്കാക്ക എനിക്കറിയാം, പക്ഷെ എനിക്ക് ദൂരം കണ്ട് മനസ്സിലാകാത്തോണ്ട. ഈ കോംബ്രെയിൻ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ കരുതിയത് വേറെ വലിയ എന്തോ ഒരു പക്ഷിയാണെന്ന്. ഇത് നമ്മുടെ ചെമ്മീൻ കൃഷിയുടെ ഒരു പ്രധാന വില്ലനാണ് ഇരിക്കുന്നത്. ഇത് നമ്മളെ ചെമ്മീൻ കുറെ കൊത്തിക്കൊണ്ട് പോകുന്നുണ്ടോ? ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 50 എണ്ണം അവന്റെ വയറ്റിൽ പോകും. അവനും ജീവിക്കണ്ടേ? ഭയങ്കര പ്രശ്നം. അശ്വിനെ പോലെ സംരംഭകർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? അല്ല, ഇത് ഈ മറ്റ് ഫാമുകളിലൊക്കെ ചിലപ്പോൾ അസുഖങ്ങൾ കാണും. ഇതിപ്പോ അവിടെയും പോയി ഇറങ്ങിയിട്ട് നമ്മുടെ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കും അത് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബേർഡ് നെറ്റ് ഒക്കെ ഇട്ട് സേഫ് ആക്കിയാണ് വെച്ചിരിക്കുന്നത് ഇത് വന്ന് ഇറങ്ങാതിരിക്കാനായിട്ട്. ഇത് ഇറങ്ങി കഴിഞ്ഞാൽ ഈ ചെമ്മീന് പിടിക്കുന്നതിനുപരി നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവും. സ്ഥലത്തിന് പേരുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മള് ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ഥലത്തിന്റെ പേരുണ്ട്. ഇതിന് ബാറ്റ് ഫോറസ്റ്റ് എന്നാണ്. ബാറ്റ് ഫോറസ്റ്റ് പറയാൻ കാരണം ആ മരത്തിന് മുഴുവൻ വവ്വാലുകൾ തൂങ്ങിക്കിടക്കുന്നുണ്ട്. വലിയ കടവാവലുകൾ നിറയെ തൂങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ബാറ്റ് ഫോറസ്റ്റ് എന്ന് പറയും. അതെ അതെ. ഇത് നമ്മൾ മാംഗ്രോ ഫോറസ്റ്റിന് ഓരോ ഭാഗങ്ങൾക്കും ഓരോ സ്ഥലങ്ങൾ, ബാറ്റ് ഫോറസ്റ്റ്, അതിനൊക്കെ ഹിഡൻ ടണലുകൾ, അങ്ങനെ പറയുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഞാൻ ഇനി പോകുന്ന ഒരു സ്ഥലം ഇതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ പോകുമ്പോഴായിരിക്കും അവർ കൂടുതൽ ആസ്വദിക്കുന്നത്. ശരി ശരി. പിന്നെ നമ്മൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മളെന്തായാലും ഒരു ടണൽ വഴിയായിരിക്കും പോകുന്നത്. അതെ അതെ. മാംഗ്രോ ഫോറസ്റ്റിന് 2 ടണലും 150 മീറ്ററും 300 മീറ്ററും 2 ടണലുകളാണ് നമ്മൾ പ്രധാനപ്പെട്ട് കവർ ചെയ്യുന്നത്. പിന്നെ ആർച്ചുകൾ എല്ലാം മനുഷ്യനിർമ്മിതമായിട്ടുള്ളതാണ് നമ്മൾ കാണുന്നത്. ശരി ശരി. എന്നാലും ഓക്കെ. അപ്പൊ നമുക്ക് അതുപോലത്തെ കാഴ്ചകളിലേക്കൊക്കെ പോകണം. ഈ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഈ വലിച്ചെറിയുന്നത് ഇതൊക്കെ ഇങ്ങനെ ഇടരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആമോട്ടത്ത് ക്ഷേത്രത്തിന്റെ ഏരിയ ആണ് ഇതെല്ലാം. ആമോട്ടത്ത് അപ്പൂപ്പനിലേക്ക് അടുക്കാറായി നമ്മൾ. അപ്പൊ അപ്പൂപ്പന്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകുന്നു. മോർണിംഗ് വൈബ്സ് വേഗം തിരികെ എത്താൻ നമുക്ക് ആമോട്ടത്തെ അപ്പൂപ്പനെ കാണണം. ആ വിശേഷങ്ങളിലേക്ക് എത്തണം. ഒരു ചെറിയ ഇടവേളയിലേക്ക് നെടുങ്കോലത്ത് വീണ്ടും ചേരാൻ തത്സമയം. വീണ്ടും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. കൊല്ലം പരവൂരിലെ നെടുങ്കോലത്താണ് നമ്മൾ ആദ്യം മോർണിംഗ് വൈബ്സ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മളൊരു പാട്ട് ആമവട്ടത്ത് അപ്പൂപ്പനെ പറ്റി നമ്മുടെ സൂർഞ്ഞേട്ടൻ പാടിയിരുന്നു. ഈ കാണുന്നതാണ് ആ ആമവട്ടത്ത് കാവ് അപ്പൂപ്പൻ. കാവ് അവിടുത്തെ അപ്പൂപ്പനാണ്. അവിടെയാണ് ചെറിയൊരു തറയുണ്ട്. അതായിരുന്നു ആദ്യം. ഇപ്പോഴാണ് ഈ ക്ഷേത്രമായിട്ടൊരു കോവിലായിട്ടൊക്കെ ഇത് മാറിയത് വളരെ റീസെന്റ് ആയിട്ട്. എന്തായാലും ഈ ഇവിടുത്തെ ആളുകൾ ഇവിടെ ഒരു അപ്പൂപ്പനെ തേടി വിശ്വാസത്തിൽ വരുന്ന ആൾക്കാരാണല്ലേ? തീർച്ചയായിട്ടും. അപ്പൂപ്പന്റെ ഒരു ശക്തിയെ മനസ്സിലാക്കി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള വിശ്വാസമെല്ലാം എടുത്തുകൊണ്ടാണ് അപ്പൂപ്പൻ കാവായിട്ട് ആമോട്ടത്തപ്പൂപ്പനായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്നത്. ഒരു ചെറിയ കാവ്, ഒരു കുഞ്ഞു കാവ്, ആ കാണുന്ന ചെറിയൊരു കാവ് മാത്രമായിരുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് അമ്പലം
കെട്ടിടമൊക്കെ ആയി മാറിയത്. അമ്പലത്തില് മഹാവിഷ്ണുവാണ്, ഏതോ അമ്പലത്തില് മഹാവിഷ്ണുവാണ്. ഓക്കെ. പക്ഷെ ഇവിടുത്തെ മെയിൻ എന്ന് പ്രതിഷ്ഠ പറയുന്നത് മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവാണ്. പക്ഷെ ആമോട്ടത്തെ അപ്പൂപ്പനാണ് ഈ അപ്പൂപ്പൻ എന്ന് പറയുന്നത് ഒരു ഐതിഹ്യമായി കണക്കാക്കണം അതെ അതെ അതെ, ഒരു പഴയ നേരത്തെ പറഞ്ഞ പോലെ ആ തൊഴിലുമായി ബന്ധപ്പെടുത്തി അവർ വിശ്വസിച്ചിരുന്ന ഒരു വിശ്വാസത്തെ അപ്പൂപ്പനിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ 20 അടി 30 അടി താഴ്ചയിൽ ചെളിയെടുത്തോണ്ടിരിക്കുന്ന മണ്ണ് ചെളിയൊക്കെ എടുത്തോണ്ടിരുന്ന സ്ഥലമാണ്. അപ്പൊ എന്ന് പറഞ്ഞാല് അറിയാലോ, ഈ ഇതിന്റെ അടിയിൽ പോയിട്ട് ഈ കൊട്ടയിലും തൊട്ടിയിലും ഒക്കെ ഈ മണ്ണ് വാരി കൊണ്ടുവരിക, ചെളിയെടുത്ത് വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ടാസ്ക്കാണ്. അത് ഈ ഓരോ തവണ ഈ നമ്മൾ ഈ ആഴങ്ങളിലേക്ക് പോകുമ്പോഴുള്ള ഒരു വിശ്വാസമുണ്ട്. അതായത് നമ്മൾ ഈ തിരിച്ചു വരണേ എന്നൊരു ഒരു സ്വാഭാവികമായിട്ട് പ്രാർത്ഥനയാണ് ആളുകൾ താഴേക്ക് പോകുന്നത്. അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ്. ആ ഒരു വിശ്വാസമാണ് അപ്പൂപ്പൻ. ബേസിക്കലി നമ്മൾ ഈ ഇപ്പൊ അമ്മയെ ഒക്കെ പറയുന്നില്ല, അപ്പൂപ്പൻ ഒരു വിശ്വാസമായിട്ട്. അപ്പൂപ്പന അതുകൊണ്ട് തന്നെ ദൈവം നമ്മൾ സാധാരണ ദൈവം എന്ന് പറയുന്ന രൂപത്തിലല്ല. അപ്പൂപ്പന് കൊടുക്കുന്നത് തന്നെ മനുഷ്യൻ കഴിക്കുന്നതൊക്കെ കള്ളും പൊരിച്ച മീനും ഒക്കെയാണ് നിവേദ്യങ്ങള്. ആണോ? കള്ളും മുറുക്കാനും ഒക്കെയാണ്. കള്ള് മുറുക്കാനും വീടി ഇതൊക്കെ ഇവിടുത്തെ നിവേദ്യം, അപ്പൂപ്പന് വേണ്ടി നിവേദ്യം വെക്കുന്നു. പായസം ഇപ്പോഴും ഈ നിവേദ്യം വെക്കലുണ്ടോ അവിടെ? ക്ഷേത്രം പരാജയം എന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഈ അവിടെ കിട്ടുന്ന നിവേദ്യമൊക്കെ എന്താ ചെയ്യുന്നത്? കിട്ടുന്ന നിവേദ്യങ്ങൾ കൊണ്ടുവരുന്നവർക്ക് തന്നെ അവർക്ക് നിവേദ്യം പൂജിച്ച് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, ഭാരവാഹി കൈയൊഴിഞ്ഞു. മനുഷ്യനോട് അത്രയും ചേർന്ന് നിൽക്കുന്ന ദൈവമല്ല നമ്മൾ സാധാരണ പറയുന്നത് ശക്തി. അതെ, ശക്തി. അതുകൊണ്ട് ഈ പ്രദേശത്തുകാരുടെ ഒരു വിശ്വാസവും ഒരു ശക്തിയും ഒരു ബലവും ഒക്കെയാണ് ഈ അപ്പൂപ്പൻ. എന്നാലും അപ്പൂപ്പന് തൽക്കാലം ആ കാണുന്ന കേട്ടോ പാലം, ഈ പാലം താൽക്കാലികമായി നിർമ്മിച്ചതാണ്. ഈ പാലം ഇങ്ങനെ ഇതിന് വട്ടമിടും. ഉത്സവ സമയത്ത് അക്കരെ നിന്ന് ആളുകൾക്ക് വരാൻ വേണ്ടിയിട്ട് വട്ടമിടും. നേരത്തെ ഇപ്പോൾ രതീഷ് പറഞ്ഞ പോലെ ഈ 22 വള്ളങ്ങൾ ചേർത്താണ് ഈ കാവിലേക്ക് ഉള്ള പാലം താൽക്കാലികമായി നിർമ്മിച്ചത്. നേരത്തെ ഇവിടെ മണ്ണിന്റെ പണിയുള്ളപ്പോൾ ഒരുപാട് വള്ളങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് 22 വള്ളങ്ങൾ കുറുകെ കെട്ടിയിട്ട് അതിന്റെ മണ്ടയിലാണ് ചങ്ങാടം കെട്ടി നേരത്തെ ഉത്സവത്തിന് പാലം നിർമ്മിച്ചിരുന്നത്. അപ്പൊ മണ്ണിന്റെ പണിയൊക്കെ സർക്കാർ നിർത്തലാക്കിയോടുകൂടി പിന്നെ വള്ളങ്ങൾ കിട്ടാതായി. പിന്നെ ഇക്കലോട്ട് വരാൻ പ്രതിഷ്ഠാ സമയത്ത് വള്ളങ്ങൾ കിട്ടാത്തത് കൊണ്ട് താൽക്കാലികമായിട്ട് 200ഓളം വീപ്പുകൾ മേടിച്ചാണ് ഏകദേശം 2-2.5 ലക്ഷം രൂപ ചെലവായാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ 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 ഓക്കെ. ചേട്ടാ, സോനം ചേട്ടാ, ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു തൊഴിൽ എന്താണ്? ഈ ഇപ്പൊ മണ്ണ് അതൊക്കെ നിന്നുപോയല്ലോ, മണ്ണുവാറിലൊക്കെ. അപ്പൊ എന്താണ് ഇവിടുത്തെ ഒരു പ്രധാന തൊഴിൽ? പ്രധാനപ്പെട്ടത് അത് ഈ പരവൂരിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിവിധ മേഖലകളിൽ പണിയെടുക്കുന്നവരാണ്. ഈ കായലിന്റെ കായൽ പണി ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ സർക്കാർ സംവിധാനത്തിൽ ജോലി ചെയ്യുന്നത്. കായലുമായി ബന്ധപ്പെട്ട എന്താ തൊഴിലുള്ളത്? അത് ആദ്യകാലത്ത് തൊളിയെടുപ്പ്, ഈ ഇഷ്ടിക ഉണ്ടാക്കുന്നില്ല തൊളിയെടുപ്പ്, ചൂള എന്ന് പറയുന്ന. തൊളിയെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലായെന്ന് അറിയില്ല എല്ലാവർക്കും. ചെളി ഈ കായലിൽ നിന്നുള്ള ചെളി എടുത്ത് കട്ട ഉണ്ടാക്കുന്ന വ്യവസായം അതായിരുന്നു പരമ്പരാഗതമായിട്ട് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന ഒരു പരിപാടി. മണലും ഈ ചെളിയുമായിരുന്നു. പിന്നെ അത് നേരത്തെ പറഞ്ഞ പോലെ ചില മാഫിയകൾ കയ്യേറി അത് വന്നപ്പം പിന്നെ സർക്കാർ സംവിധാനത്തിൽ അത് നിർത്തലാക്കുകയും അതിനുശേഷം പിന്നെ അത് പതുക്കെ കൊണ്ടങ്ങ് ആവുകയും ഇപ്പം കായൽ കൊണ്ട് പ്രധാനമായി ഇപ്പോൾ ഉള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് മത്സ്യസമ്പത്ത് തന്നെയാണ്. ഞാൻ ഇത്രയും നേരം സഞ്ചരിച്ചിട്ടും ആരും ഈ മത്സ്യസമ്പത്തിന് ഉപയോഗപ്പെടുന്നതെന്ന് തോന്നിയില്ല. ഈ സൈഡല്ല, അത് മാത്രമല്ല ഈ സൈഡല്ല പ്രധാനമായി ഉപയോഗിക്കുന്നത്. പിന്നെ രാത്രിയാണ് മീൻ പിടിക്കാൻ പോകുന്നത്. രാത്രി പിടിച്ചിട്ട് വെളുപ്പിന് വെക്കും. അതെ അതെ, അത് അതുമല്ല പ്രധാനപ്പെട്ട ഈ സൈഡല്ല അതിന് ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ടൂറിസം ഡെവലപ്പ് ആവുന്നതോട് ഉണർന്നുകൊണ്ടിരിക്കുക. ജനങ്ങൾക്ക് വീണ്ടും ജോലി സാധ്യത കൂടി വരുന്നുണ്ട്. സാധാരണപ്പെട്ട ജനങ്ങൾക്കെല്ലാം ജീവിക്കാനുള്ള ടൂറിസം അതിന്റെ പ്രകൃതിയെ സ്നേഹിച്ച് അതിന്റെ രീതിയിൽ തന്നെ പോകണം. അതെ അതെ, ഇവിടെ അത് ഇല്ലാതാകുമ്പോൾ ഈ കണ്ടൽ നശിക്കും. മണലിന്റെ രീതിയിൽ വീണ്ടും ടൂറിസം ഒരു മാഫിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്പീഡ് ബോട്ടുകളൊക്കെ ഉപയോഗിച്ച്. ഈ അശ്വരക്കൽ മാഫിയാണോ? അല്ലല്ല, നമ്മളൊരു പ്രകൃതി സ്നേഹിയാണ്. അശ്വിൻ പ്രകൃതി സ്നേഹ സംരംഭകനാണ്. ഇവിടുത്തെ ഈ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 സൈഡ് കടലാണ്, ഒരു സൈഡ് മുഴുവൻ കായലാണ്. ഒരു സൈഡെന്നല്ല, ഏതാണ്ട് 3 സൈഡും കടലും കായലുമാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അമ്പലങ്ങളും ഉത്സവങ്ങളുള്ള നാടും ഒരുപക്ഷെ പരവൂരാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എനിക്ക് ഒരു കണക്ക് പ്രകാരം തന്നെ 140-150 അമ്പലങ്ങളുണ്ട് ഇവിടെ. ഈ ഉത്സവ സീസൺ തുടങ്ങിയാൽ ഡെയിലി ആ ജംഗ്ഷനിൽ ഒരു ആനയാണ്. ഇവിടെ ആനപ്രേമികളുടെ ഒരു സ്ഥലം തോന്നുന്നല്ലേ? ഇത് ഞങ്ങൾ ആനത്താവളത്തിൽ പോയിരുന്നു. അല്ല, വളരെ പ്രധാനപ്പെട്ട ആനപ്രേമികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് പരവൂര്. നഖം നോക്കിയൊക്കെ ആനയെ തിരിച്ചറിയുന്ന ആൾക്കാരൊക്കെ പിന്നെ ഈ പുറ്റിങ്ങൽ ക്ഷേത്രത്തിന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് വിവിധ പ്രദേശങ്ങളില് ഇപ്പം തന്നെ വലിയ ഫ്ലെക്സുകൾ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന ആനയെ കൊണ്ടുവരുന്നു. കേരളത്തിലെ നമ്പർ 1 ആനകൾ വരുന്ന സ്ഥലം കൂടിയാണ് പുറ്റിങ്ങൽ അല്ലേ? ഇത്തവണ എത്ര ആന എത്തും? ഏകദേശം എനിക്ക് ഇത്തവണ ഒരു 10-20-25 ആനകൾ കാണാം. 25? അപ്പൊ ഞങ്ങള് മോർണിംഗ് വൈബ്സ് എത്തും പുറ്റിങ്ങൽ ഉത്സവത്തിന് കേട്ടോ.
പുറ്റിങ്ങൽ ദേശീയ ഉത്സവമാണ് പുറ്റിങ്ങൽ. എന്ന് പറയുന്നത് പേര് കേട്ടാണ് കേരളത്തിലെ പേര് കേട്ട ആനകളാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനകളാണ്. ചില്ലറ കൊമ്പന്മാരല്ല. അത്രയും വൈബാണ് പിന്നെ പരവൂരിന്റെ ഉത്സവവും പരവൂർ നാടും ഒക്കെ. ഇപ്പൊ തന്നെ അത് ബോധ്യപ്പെട്ട് കാണും. ഉറപ്പായിട്ടും ഈ നാടിന്റെ ഒരു ഭംഗി അത് ഗംഭീരമാണ്. അപ്പൊ നമുക്ക് കുറച്ചേരായി നമ്മള് ഒരു അടുത്തൊരു നമ്പറിലേക്ക് പോകണ്ടേ? ഈ ചേട്ടന്റെ സൗണ്ട് തന്നെ ഉണ്ടല്ലോ, നാടക പ്രവർത്തനാണെന്ന് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും ആദ്യം ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം അത് എവിടെ നിന്നാ വന്നതെന്ന്. ഓക്കെ, അപ്പൊ എങ്ങനെയാ ഇനി എന്താ, നമുക്ക് നാടൻപാട്ടാണോ അല്ലെങ്കിൽ നല്ലൊരു ഓൾഡ് മെലഡിയോ? അല്ല, മെലഡി നമ്മൾ നാടൻപാട്ടാണ് നമ്മളൊരു പിന്നെ പ്രധാനപ്പെട്ട മേഖല. തിന്താരേ തിന്താരേ തകത്തിന്തകത്താരാ, തിന്താരേ തിന്താരേ തകത്തിന്തകത്താരാ, തിന്താരേ തിന്താരേ തകത്തിന്തകത്താരാ, തിന്താരേ തിന്താരേ തകത്തിന്തകത്താരാ. ഏറന്റപ്പാം ഏറപ്പാ ഏറന്റപ്പാം ഏറന്റപ്പാം ഏറപ്പാ ഏറന്റപ്പാം. കുട്ടനാട്ടിൽ പദം കൊയ്ത്തിനു പോയിടാൻ വെമ്പുന്ന പെണ്ണുങ്ങളേറെയുണ്ടേ, കുട്ടനാട്ടിൽ പദം കൊയ്ത്തിനു പോയിടാൻ വെമ്പുന്ന പെണ്ണുങ്ങളേറെയുണ്ടേ. തിന്താരേ തിന്താരേ തകത്തിന്തകത്താരാ, തിന്താരേ തിന്താരേ തകത്തിന്തകത്താരാ. ഏറന്റപ്പാം ഏറപ്പാ ഏറന്റപ്പാം ഏറന്റപ്പാം ഏറന്റപ്പാം. രാമങ്കരി കുന്നങ്കരി ചാത്തങ്കരി ചേനങ്കരി വെട്ടിത്തൂരുത്തങ്ങ് കോഴിമുക്ക്, രാമങ്കരി എന്തങ്കരി ചേനങ്കരി വെട്ടിത്തൂരുത്തങ്ങ് കോഴിമുക്ക്. തിന്താരേ തിന്താരേ തകത്തിന്തകത്താരാ, തിന്താരേ തിന്താരേ തകത്തിന്തകത്താരാ. ഏറന്റപ്പാം ഏറപ്പാ ഏറന്റപ്പാം ഏറന്റപ്പാം ഏറപ്പാ ഏറന്റപ്പാം. കുട്ടനാട്ടിൽ പദം കൊയ്ത്തിനു പോയിടാൻ വെമ്പുന്ന പെണ്ണുങ്ങളേറെയുണ്ട്, കുട്ടനാട്ടിൽ പദം കൊയ്ത്തിനു പോയിടാൻ വെമ്പുന്ന പെണ്ണുങ്ങളേറെയുണ്ട്. തിന്താരേ തിന്താരേ തകത്തിന്തകത്താരാ, തിന്താരേ തിന്താരേ തകത്തിന്തകത്താരാ. ഏറന്റപ്പാം ഏറപ്പാ ഏറന്റപ്പാം ഏറന്റപ്പാം ഏറപ്പാ ഏറന്റപ്പാം ഏറന്റപ്പാം ഏറപ്പാ ഏറന്റപ്പാം ഏറന്റപ്പാം ഏറപ്പാ ഏറന്റപ്പാം. പൊളിച്ചു വൻ വൈബ്. ഇതാണ് നമ്മുടെ ഫാം. ആ ഫാമിലേക്ക് നമ്മൾ എത്തുകയാണ്. അവിടെ നിന്ന് ടൂറിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ ബുക്കിംഗ് ഉണ്ടോ അച്ഛനെ? ഇല്ല, ഇന്ന് നമ്മള് ബുക്കിംഗ് ഒന്നും എടുത്തിട്ടില്ല. നമ്മളെ മോർണിംഗ് വൈബ്സിന് വേണ്ടി കിട്ടുമെന്ന് വേണ്ടിയിട്ട് ഇന്ന് ബുക്കിംഗ് ഒന്നും എടുത്തിട്ടില്ല. നമുക്ക് സാമ്പത്തിക നഷ്ടം ലല്ലുവിന്റെ വാങ്ങിക്കോളാം കേട്ടോ. ലല്ലുവിനെ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എല്ലാ കാര്യത്തിലും. അപ്പൊ നമ്മളൊരു ചേട്ടന്റെ സ്ഥാനമാണ്. അപ്പൊ അതുകൊണ്ടാണ് പുള്ളി പറയുമ്പോ നമുക്ക് മാർത്തൊന്നും പറയാൻ പറ്റൂല. അത്രയും ഒരു സൗഹൃദമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ഈ അക്വാ ഹെവൻ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിലേക്ക് എത്തി. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ സൺറൈസ് കാണാൻ വേണ്ടി കായലിന്റെ നടുവിലേക്ക് പോയി. ഒരുപക്ഷെ പ്രേക്ഷകർ കണ്ടു തുടങ്ങിയത് അവിടെ വെച്ചാണ്. ഞങ്ങൾ രാവിലെ ഇവിടെ എത്തിയിരുന്നു. ഒരു 5:45 6 മണിയായപ്പോ ഇവർ വരുന്നതിന് മുമ്പ് തന്നെ സ്ഥാപനം തുറന്നത് ഞങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അക്വാ ഹെവനിലേക്ക് ഞങ്ങൾ തിരികെ എത്തിയിട്ടുണ്ട്. ഈ മോർണിംഗ് വൈബ്സിന്റെ സമയം ഏറെക്കുറെ പൂർത്തിയാക്കാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കും. നമ്മൾ അതിവേഗത്തിൽ നമുക്ക് അക്വാ ഹെവന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറണം. എനിക്ക് ഈ കയാക്കിലൊക്കെ ഒന്ന് കയറണം. ആ കായൽ കിടക്കുന്നില്ല ഒരു ഗ്രിൽ, അത് നമ്മള് കരിമീൻ വളർത്തുന്നതാണ്. കൂട് കൃഷിയാണ്, ഗവൺമെന്റിന്റെ ഫിഷറീസിന്റെ പദ്ധതിയാണ്. മറ്റേ വീപ്പായിട്ട് അതിനകത്ത് കൂട് കെട്ടിയിട്ട് അതിന്റെ അകത്ത് നമ്മള് കരിമീനെ വളർത്തുന്ന ഒരു സിസ്റ്റമാണ്. അല്ല, ഈ ചെറിയ കൃഷിക്കാരനായിട്ടുള്ള അശ്വിന്റെ വലിയ കൃഷികൾ എന്തൊക്കെയാണ്? നമ്മളെ ഏറ്റവും വലിയ കൃഷി എന്ന് പറഞ്ഞാൽ ചെമ്മീൻ കൃഷിയാണ്. ചെമ്മീനാണ്. ചെമ്മീൻ പിന്നെ കരിമീൻ. കരിമീൻ നമ്മള് ഈ കൂട് കൃഷി മാത്രമേ ഉള്ളൂ. പക്ഷെ ചെമ്മീൻ നമ്മൾ കൊട്ടിയത്തും ഇവിടെയായിട്ട് വലിയ ഒരു ഏരിയയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഏതാണ്ട് എത്ര എങ്ങനെ എന്റെ ഒരു വിളവെടുപ്പ് എങ്ങനെയാണ് ചെമ്മീൻ പിടിക്കുന്നത്? ഇനിയിപ്പോ 4 മാസമാണ് ഇതിന്റെ ഹാർവസ്റ്റ് ടൈം എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഇത് ഇട്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഇട്ടിട്ട് ഇന്നിപ്പോ 20 ദിവസം ആയുള്ളൂ. കഴിഞ്ഞ തവണ എത്ര കിലോ കിട്ടി? നമ്മള് കഴിഞ്ഞ തവണ 12 ടണ്ണ് പിടിച്ചായിരുന്നു. 12 ടണ്ണോ? ചേടാ, ഓക്കെ, ഞാനൊരു കുറച്ച് കിലോ. ഓക്കെ, അപ്പൊ എവിടെ കൊണ്ടുപോയി വെക്കുന്നത്? നമ്മളിത് എക്സ്പോർട്ടിങ്ങിന് കൊടുക്കുകയാണ്, കമ്പനിക്ക് കൊടുക്കുകയാണ്. എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ അക്വാ ഹെവനിലേക്ക് ഒന്ന് അടുപ്പിക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയ ടാസ്ക് നമ്മുടെ ക്യാമറാമാനാണ്. ക്യാമറാമാനാണെങ്കിൽ ഒന്നാമത് വെള്ളത്തെ പേടിയാണ്. ഹരിയുടെ മകനാണെങ്കിൽ നല്ലൊരു നീന്തൽ താരമാണ്, സ്വിമ്മറാ. പക്ഷെ ഹരിക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ വലിയ പേടിയാണ്. അതുകൊണ്ട് ക്യാമറാമാനെ ഒന്ന് പുറത്തിറക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. എന്തായാലും ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങുന്നു. ഞാൻ ചാടി.
അപ്പൊ എന്തായാലും ഇതാണ് അക്വാഹവൻ. അക്വാഹവനിലെ ഇവിടെ ഒരു ചെമ്മീൻ കെട്ടുണ്ട്. അവിടെ ആ ചെമ്മീൻ കെട്ട് ഒപ്പം തന്നെ ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഹരി, ഞാൻ ക്യാമറ പിടിക്കണോ? ഓക്കെ, അപ്പൊ പോരെ വാ, പയ്യെ പുറത്തേക്ക് പോരും. ഈ വള്ളത്തിൽ നിന്ന് ഹരി കരയിലേക്ക് ചാടി വന്നു. ഓക്കെ, സക്സസ്. അപ്പൊ ഇതാണ് അക്വാഹവൻ. അപ്പൊ അശ്വിനെ വാ, ഒന്ന് ജോയിൻ ചെയ്യും. എന്തൊക്കെയാ ഇവിടുത്തെ കാഴ്ചകളൊന്നും അതിവേഗം കാണിച്ചാൽ? നമുക്ക് അത് ചെമ്മീൻ കൃഷിയാണ് അവിടെ നടക്കുന്നത്. ആ കാര്യം ഇത് നമുക്ക് ഈ വസ്തു നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മെയിൻ കൃഷി ചെമ്മീൻ കൃഷിയിലേക്ക് പോകും. അവിടെയാണ് ചെമ്മീൻ കൃഷി, വലിയ ചെമ്മീൻ കെട്ടുണ്ട് അല്ലെ? നമ്മുടെ മെയിൻ കൃഷി എന്ന് പറയുന്നത് മെയിൻ ഏരിയ ഇതെന്ന് പറയുന്നത് ചെമ്മീൻ കൃഷിയാണ്. അപ്പൊ നമ്മൾ ഇത് കൊട്ടിയത്ത് നമുക്കൊരു മെയിൻ ഏരിയ ഉണ്ട്. അപ്പൊ ഇതിപ്പോ നമ്മൾ കഴിഞ്ഞ വർഷം ഡെവലപ്പ് ചെയ്ത് ഇപ്പൊ ആദ്യമായിട്ട് ഇവിടെ കൃഷി ഇടുകയാണ്. അപ്പൊ ഇതില് നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇതൊരു 1.5 ഏക്കർ സ്ഥലമാണ് ഈ കുളം മാത്രം. അപ്പൊ ഇതിന്റെ അകത്ത് ഡെപ്ത് കൂട്ടിക്കൊണ്ട് 2 ആൾ താഴ്ചയുണ്ട് ഇതിന്. ഇതിന്റെ ഡെപ്ത് കൂട്ടിക്കൊണ്ട് കൂടുതൽ ഉത്പാദനമാണ്. അപ്പൊ നമുക്കൊരു 5 ഏക്കർ ചെയ്യുന്ന അതേ കൃഷി നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റണം. മാതൃകാപരമായുള്ള ഒരു കൃഷിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇതിന്റെ അകത്ത് 5 ലക്ഷം ചെമ്മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിരിക്കുകയാണ്. 5 ലക്ഷം. അപ്പൊ നമ്മൾ അതിനാളായില്ല അല്ലെ? ഇത് 20 ദിവസമേ ആയിട്ടുള്ളൂ. 20 ദിവസമേ ആയിട്ടുള്ളൂ. നമ്മൾ ഇതെല്ലാം എയറേറ്റേഴ്സ് ആണ്. ഇതിപ്പോ നമ്മൾ താൽക്കാലികമായി വെച്ചിരിക്കുകയാണ്. നമ്മൾ 10 എയറേറ്റേഴ്സ് ആണ് വെക്കുന്നത്. അപ്പം കാര്യം ഇത് ഒരു എയറേറ്ററിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 700 കിലോ ചെമ്മീനെ വരെ താങ്ങി നിർത്താൻ പറ്റും. ഇത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ ഇത് ഒരു 700 കിലോ വരെ ഒരു എയറേറ്ററിന് താങ്ങി നിർത്താനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്. നമ്മൾ 10 എയറേറ്റേഴ്സ് ആണ് ഇതിൽ വെക്കുന്നത് നമ്മൾ. അപ്പൊ ഈ ചെമ്മീൻ കൃഷി ആരംഭിക്കുന്നതിന് മുമ്പേ അതിനുള്ളൊരു ഇനീഷ്യൽ പ്രിപ്പറേഷൻ എന്താ? ഇവിടെ ഈ വെള്ളം നിറയ്ക്കും, നമ്മൾ ഡ്രെയിൻ ചെയ്യും. ഇത് ഫുള്ള് ഡ്രെയിൻ ചെയ്ത് നമ്മളിത് ഉണക്കി പിന്നെ ബ്ലീച്ചിങ് പൗഡർ അടിച്ചിട്ട് നമ്മൾ വെള്ളം തിരിച്ചു കയറ്റും. തിരിച്ചു കയറ്റിയതിനു ശേഷം വീണ്ടും നമ്മൾ ബ്ലീച്ചിങ് പൗഡർ അടിക്കും. ബ്ലീച്ചിങ് പൗഡർ 300 കിലോ ബ്ലീച്ചിങ് പൗഡർ ഇതിന്റെ അകത്ത് അടിച്ച് ഇതിന്റെ അകത്ത് ബാക്ടീരിയാസിനെ എല്ലാം നമ്മൾ ഇല്ലാതാക്കും. അതിനുശേഷം പിന്നെ നമ്മൾ pH മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുമ്മായോ ഡോളോമേറ്റോ ഒക്കെ അടിച്ച് കുളം ഒരുക്കി. കുളം ഈ കളർ കണ്ടോ? ഈ ഒരു ഒന്നും അടിത്തട്ട് കാണാൻ പറ്റില്ല, ഒരു പച്ചപ്പ് കണക്കാണ്. ഇതാണ് ബ്ലൂമിംഗ് എന്ന് പറയുന്നത്. പ്ലാങ്ടൺസ് ആണ്, സൂപ്പ് പ്ലാങ്ടൺസ് ആണ്. ഇത് ചെമ്മീന്റെ ഒരു മെയിൻ ആവാസ വ്യവസ്ഥയാണ്. അതിന്റെ കുഞ്ഞുങ്ങളുടെ ഒരു ആഹാരം കൂടിയാണ്. അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, അതൊരു പ്രക്രിയയാണ്. അപ്പൊ അത് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഈ കുഞ്ഞുങ്ങൾ ഇതിലേക്ക് ഇറക്കി വിടുന്നത്. ഇതിന് ഫീഡ് അതിന്റെ ഒരു ഫീഡുണ്ട്. ആ ഫീഡ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ നോർമൽ ടേസ്റ്റ് കിട്ടുമോ? ഭയങ്കര ക്വാളിറ്റിയാണ്. നമ്മളിതിനെല്ലാം കൊടുക്കും. നമ്മൾ മനുഷ്യർ കഴിക്കുന്ന എല്ലാ സാധനവും ഇതിന് നമ്മൾ കൊടുക്കും. അങ്ങനെ നോൺ വെജ് അങ്ങനെയല്ല. ഇതിന്റെ ഈ ഫീഡിന്റെ അകത്ത് നോൺ വെജ് ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഫിഷ് ഓയിലൊക്കെ ഉള്ളതാണ്. നമ്മൾ ഇതിന്റെ അകത്ത് ഇപ്പൊ നമുക്ക് മനുഷ്യന് ദഹനക്കേടുണ്ട് അല്ലേ? ഇല്ലല്ലേ? ചെമ്മീനും അതേ കണക്ക് ദഹനക്കേടുണ്ട്. പിന്നെ ചെമ്മീന്റെ ഈ ബാക്കില് ഒരു വര കണക്ക് ഉണ്ടല്ലോ മുകളിൽ, നമ്മളത് വെയിനാണെന്നൊക്കെ, അത് അതിന്റെ വേസ്റ്റ് ആണത്. അപ്പൊ അതിന്റെ നമുക്ക് അത് കഴിക്കുമ്പോഴത്തേക്ക് ഇത് വിട്ടിരിക്കുന്ന കാണാൻ പറ്റും. അപ്പൊ അതിന് ദഹനക്കേടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രിക്കോഷൻ കൊടുക്കുക. നമ്മൾ വെളുത്തുള്ളി കൊടുക്കാറുണ്ട്. വെളുത്തുള്ളി, തൈര്, പഞ്ചസാര അടങ്ങിയ ഒരു മിശ്രിതം നമ്മൾ കലക്കിയിട്ട് മിക്സിയിലിട്ട് അടിച്ച് നമ്മൾ ഫീഡിന്റെ അകത്ത് മിക്സ് ചെയ്ത് ഉണക്കി കൊടുക്കാറുണ്ട്. അത് ഫീഡ് കൊടുക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ചെയ്യുന്നത്. ഇത് തൈര് എന്ന് പറയുന്നതിന് ഫാറ്റ് കിട്ടും. അത് കണക്ക് തന്നെ ഈ വെളുത്തുള്ളി എന്ന് പറയുന്നതിന് ദഹനക്കേട് മാറ്റും. അത് കണക്ക് തന്നെ ഈ പഞ്ചസാര, അതിന് ഗ്ലൂക്കോസ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നമുക്ക് ചെമ്മീന്റെ വളർച്ചയ്ക്ക് വളരെ ഗുണം ചെയ്യും. അത് കണക്ക് തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ സയന്റിഫിക് ആയിട്ടാണ് ചെയ്യുക. വളരെ 4 നേരമാണ് ഇതിന് ഫീഡ് കൊടുക്കുന്നത്. ഇപ്പൊ രാവിലെ നിങ്ങൾ വരുന്ന സമയത്ത് അവൻ ഫീഡ് കൊടുത്തു. ഒരു 6 മണി കഴിഞ്ഞപ്പോ ഫീഡ് കൊടുത്തു. ഇനിയിപ്പോ 10 മണിക്ക് ഒരു ഫീഡിംഗ് ഉണ്ട്. ശരി. അത് കഴിഞ്ഞാൽ വൈകിട്ട് ഉച്ചയ്ക്ക് 2 മണിക്കുണ്ട്, വൈകിട്ട് 6 മണിക്കുണ്ട്. ഓക്കെ. അപ്പൊ എന്താണെങ്കിലും ഈ കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മോർണിംഗ് വൈബ്സ് ഇന്ന് പരവൂരിൽ ചേർന്നത്. പരവൂരിലെ നെടുങ്കോലം അവിടെയാണ് സ്ഥലം. ഓർത്തു വെച്ചോ, ഇത് അക്വാ ഹെവൻ എന്നാണ് ഇവരുടെ അശ്വിന്റെ പ്രോപ്പർട്ടിയുടെ പേര്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവർക്കും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അശ്വിൻ 2 കൈ നീട്ടി സ്വീകരിക്കും. നന്ദു കയാക്കുമായി നിങ്ങളെ കണ്ടലൊക്കെ ചുറ്റി കാണിക്കും. ഉറപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ മാത്രം വരിക, അതായിരിക്കും സന്തോഷകരം. അല്ലെങ്കിൽ പൊരുവയിലായിരിക്കും. ചൂട് കൊള്ളാൻ തയ്യാറാണെങ്കിൽ ഉച്ചയ്ക്ക് വന്നോളൂ. അപ്പൊ തൽക്കാലം മോർണിംഗ് വൈബ്സ് പൂർത്തിയാക്കുന്നു. ഇനി എന്റെ പേര് പറഞ്ഞാൽ അശ്വിന്റെ അടുത്ത് ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. മോർണിംഗ് വൈബ്സ് എൽദ പറഞ്ഞു പോരെ. അപ്പോ എന്തായാലും മോർണിംഗ് വൈബ്സ് ഇന്നത്തെ കാഴ്ചയോടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു കാഴ്ചയും വിശേഷങ്ങളുമായി നാളെ വീണ്ടും ചേരാം. ബൈ ബൈ.